ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തെ നമുക്ക് ആ സ്നേഹം എന്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നമുക്ക് എഴുന്നേറ്റുന്നുകൊണ്ട് ആ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ജഡവും ആ തിരുമുമ്പിൽ പ്രശംസിക്കുവാൻ കഴിയത്തില്ല. നമുക്കൊന്നും പ്രശംസിപ്പാനില്ല. തന്നതൊക്കെയും കർത്താവ് തന്നതാണെന്ന് തിരിച്ചറിവോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ തിരുസാന്നിധ്യത്തോട് നടത്തു വരാം. ഇന്ന് കഥാനട മധ്യേ ഉണ്ടെന്ന പൂർണ്ണ അറിവോടെ, ആ ബോധ്യത്തോടെ, ആ ധൈര്യത്തോടെ ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് നടത്തി വരാം. പ്രാണൻ പോകുവോളം തൻ്റെ ശരീരം പിടഞ്ഞ് മരിക്കുമ്പോൾ അവസാനത്തെ ശ്വാസവും നമുക്ക് വേണ്ടി കൊടുത്ത കർത്താവ്, അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തവൻ, തൻ്റെ മാർവിനെ തുളയ്ക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്, അതിൻ്റെ പഞ്ചമുറിവുകൾ തന്നെ ശേക്കുമ്പോൾ ആ സ്നേഹം തിരിച്ചറിയുമ്പോൾ വീണ്ടും മടങ്ങി അവരാണ് വാഗ്ദത്തം ചെയ്ത ആ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ചേർന്ന കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കുമ്പോൾ നമുക്ക് ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സൂര്യൻകാരി പറഞ്ഞ് എന്നെ വലിക്കുക, ഞാൻ നിൻ്റെ പിന്നാലെ ഓടാം. ആ ദൈവം നമ്മളെ സ്നേഹത്താലാണ് വലിക്കുന്നത്. പിതാവിൻ്റെ അകത്തേക്ക് ആകർഷിക്കുന്ന ആ സ്നേഹമാണ്. സ്നേഹത്താൽ നമ്മുടെ ഹൃദയത്തെ ദൈവം പകലിൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മൾ നടത്തിയതിനായിട്ട്, കത്ത് പരിപാലിച്ചതിനായിട്ട്, ആ ചെറുകൾക്കുമായി ദൈവത്തെ സൂക്ഷിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ തിരുമുഖത്തേക്ക് മാത്രം നോക്കാം. എല്ലാ മുഖങ്ങളും മാറട്ടെ. മറ്റെല്ലാ ചിന്തകളും വിട്ടുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തോട് നടത്തു വരാം. പ്രാണൻ പോകുവോളം, പ്രാണൻ പോകുവോളം നമ്മളെ സ്നേഹിച്ചത്, മരണതുല്യം നമ്മളെ സ്നേഹിച്ച യേശു നമുക്ക് വേണ്ടിയുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. താങ്ക് യു ഫാദർ ഫോർ യുവർ സൺ ജീസസ് ക്രൈസ്റ്റ്. ആ യേശുവിനായിട്ടും നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളെ ഏൽപ്പിക്കാം. ഹാദൗഢവാരതി പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസാന്നിധ്യത്തോടെ അവരിൽ നമുക്ക് മറയ്ക്കുവാനൊന്നുമില്ല. നമ്മുടെ എല്ലാ കുറവുകളെയും, നമ്മുടെ എല്ലാ ശക്തികളെയും, നമ്മുടെ ബലഹീനതകളെല്ലാം കർത്താവ് അറിയുന്നു. കുറവുകളെ കർത്താവ് ഇന്ന് ശൂന്യതകളുണ്ടെങ്കിൽ അതിനെ തീർക്കുവാൻ കഴിയുന്ന, അതിനെ പൂർണ്ണമായിട്ട് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സർവശക്തൻ്റെ കരം നമ്മുടെ മധ്യയുള്ളതിനായിട്ട്. ഓ വി ബ്ലെസ് യു ജീസസ്. ഒരുമിച്ച് നമുക്ക് പാട്ട് പാടുമ്പോൾ ദൈവത്തെ ആരാധിക്കാം. കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. അങ്ങെപ്പോലെ വേറാരും ഇല്ല. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. ഞാൻ ആ സ്നേഹം കാണുന്നു. അങ്ങെപ്പോലെ വേറാരും ഇല്ല. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ. അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. ജീവനെ കൊടുത്ത, മാർവ് തുളയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ, ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ, പോലും സ്നേഹിക്കാൻ ചാരിടുന്നപ്പാ. അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. ഞാൻ കേൾക്കുന്നു എൻ നാഥൻ ശബ്ദം, കൈവിരൽ പിടിച്ചു എന്നെ നടത്തുന്നു. ഞാൻ കേൾക്കുന്നു എൻ നാഥൻ ശബ്ദം, കൈവിരൽ പിടിച്ചു എന്നെ നടത്തുന്നു. താഴെ വീഴാതെ
നാഥൻ കൂടെയുള്ളതാൽ ആശ്വാസം. താഴെ വീഴാതെ എന്നെ താങ്ങിടും നാഥൻ കൂടെയുള്ളതാൽ ആശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹം. ഭൂവിലെങ്ങും കാണാത്ത ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പ്രാണൻ പോവാൻ ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. കഴിവെല്ലാം നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിൻ ദാനമേ. കഴിവെല്ലാം നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിൻ ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയെ കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. എന്നെ നിർത്തിയ നിൻ കരുണയെ കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല ഞാൻ യേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. അങ്ങേ പോലെ വേറാരും ഇല്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. അങ്ങേ പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്റെ യേശുവേ.
അങ്ങേ നാമം ചാരുന്നു ആരാധന ആരാധന We love you, Lord. We love you, Master.
മഹത്വപ്പെടുന്നതാണ് ആരാധന. സ്വർഗത്തിലേക്ക് ഉയർന്ന ധൂപയാഗമാണ് ആരാധന. ദൂതന്മാർ കയറുന്നത് ഞാൻ കണ്ട്. സ്വർഗത്തിലേക്ക് ഉയർത്തി വെക്കപ്പെട്ടൊരു തോണിയെ ഞാൻ കണ്ട്. ആ തോണി യേശുവ, ആ വഴി യേശുവ. സ്വർഗത്തിലെ ദൂതന്മാരാണ് സ്വർഗത്തിൽ തിരിക്കവർ കയറി. പിതാവിന്റെ സന്നിധിയിലെ യാഗമായ ആരാധന ഒരു ധൂപയാഗമായ സ്വർഗം നിശബ്ദമായിരിക്കത്തില്ല. സ്വർഗം നിശബ്ദമായിരിക്കത്തില്ല. പിതാവിനെ ആരാധിക്കുന്നതിന് മധ്യേ സ്വർഗമറകൾ, സ്വർഗ സാന്നിധ്യമറകൾ. ഞാനിരിക്കുന്ന സ്ഥലം ആ തരുണമായ യാക്കോബ് പറഞ്ഞതിൽ സാക്ഷാൽ ഇത് ബഥേല, ഇത് ദൈവത്തിന്റെ വാറ്റ. ഇവിടെ ദൈവ ആരാധനയാണ്, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. മോശെ നീ എവിടെ നിന്നാലും ദൈവ സാന്നിധ്യം അറിഞ്ഞാൽ ആ സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും. ശരീരയാഗമായി ഇന്ന് പകലെത്തിച്ചുടങ്ങ് സ്വർഗമിറങ്ങുന്നൊരു ആരാധനയമായി, സ്വർഗമിറങ്ങുന്ന ആരാധനാലയമായി ഈ ശരീരത്തെ കഥാവെ മാറ്റണമേ. അതിനങ്ങൾ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമുക്ക് നാവ് തന്നിരിക്കുന്നത് യാഗം അർപ്പിക്കാൻ വേണ്ടിയ കരം കൊണ്ടുള്ള യാഗം. മുമ്പ് കരങ്ങൾ കൊണ്ടാണ് യാഗം അർപ്പിച്ചത്. ഒരാട്ടുകുറ്റനെയും കാളക്കുറ്റന്മാരെയും പ്രാവിൻ കുഞ്ഞുങ്ങളും കരം കൊണ്ട് ആരാധന കഴിച്ചു പോകുന്നപ്പോൾ കാൽപുറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആമേൻ. ആരാധന ശരീരത്തിലേക്ക് മാറ്റി എന്റെ ശരീരം തീർന്നുവെങ്കിൽ എന്റെ വിശ്വാസം വേണം. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഇതിനകത്ത് ഉയരുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ്. നന്മയും പൂർണ്ണതയും യേശു നമ്മുടെ മധ്യയോടനായി പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ ഭഗന്നതിനായിട്ട്, ആ കൃപയെ നമ്മുടെ മേൽ ഭഗന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ നമ്മളെ ഇന്നും നടത്തുന്ന ഒരു കഥ നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. എന്നെ ഓരോ ദിവസം നടത്തുവാൻ എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹാല് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഒറ്റ ഉറപ്പിന്ന് ഈ പകൽ പ്രാപിച്ച മടങ്ങിപ്പോയാൽ പൈശാചിക മണ്ഡലത്തിന് എൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നടക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത, ലോകത്തിന് അവസാനം എൻ്റെ കൂടെ നീക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു എൻ്റെ കൂടെ. എൻ്റെ ക്ലേശങ്ങളിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആരും എനിക്ക് തുണയില്ലാതിരിക്കുമ്പോൾ, എനിക്ക് ശരണമായി ഏത് നേരത്തും ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ചാര ഇറങ്ങി വരുന്നൊരു കർത്താവുള്ളതിനായിട്ട് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഭാര്യം വിളിക്കുമ്പോൾ വിളി കേൾക്കാതിരിക്കുമ്പോൾ, ഭാര്യം കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ്. ഞാൻ ഭയപ്പെടുകയില്ല, കാരണം യേശു എൻ്റെ കൂടെയുണ്ട്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾക്കോ പ്രതികൂലങ്ങൾക്കോ ആമേ എന്നെ തകർക്കാൻ കഴിയത്തില്ല. ആമേ സകലത്തിന് പേരും ജയമെടുത്ത യേശു മതിയായവനാണ്. ഏത് വിഷയത്തിനും മതിയായവൻ എന്റെ യേശുവാണെന്ന് വിശ്വസിക്കുന്ന കരങ്ങൾ കത്തി എനിക്ക് മാർക്ക് മഹത്വം കൊടുക്കണ്ട, ദൈവത്തിന് മഹത്വം കൊടുക്കാം. മതിയായവനാണെന്ന് ഞാൻ അറിയുന്ന കർത്താവേ, എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്ന എന്തെല്ലാം നഷ്ടപ്പെടാൻ വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകൾ ചില നഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, സ്തോത്രം. അല്പനേരം കൊണ്ട് ഒരു രാത്രികാലം കൊണ്ട് നിന്റെ നഷ്ടത്തെ ലാഭമാക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഏത് നഷ്ടത്തെ നികത്താൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി ആരാധിക്കാം. ശരണമവൻ ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവിന്റെ കൂടെയുള്ളതാ. എന്റെ ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്തിൽ എന്റെ ശരണമവൻ ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ദൈവത്തോടെ സകലത്തിലും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. സമുദ്രം ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു.
മതിയായവൻ എന്റെ താഴ്ചയിലും സമുദ്രയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീരുവാൻ വിശ്വാസത്തോടെ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുന്ന ഞാൻ ലജ്ജിതനായി തീരുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുവാൻ ആരാധിച്ചിടും ഞാൻ ആത്മാവിലവനെ. ഏതേതു നേരത്തിലും എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ. അവൻ എന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ. നോവിൽ എന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ ഏതേതു നേരത്തിലും എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ. നോവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ. നോവിലെ വിശ്വാസത്തോടെ രോഗങ്ങളിൽ ദൈവത്താലേ സകലത്തിലും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലമെന്നെ എന്റെ ദൈവത്താലേ മതിയായവൻ അറിഞ്ഞിടുന്നു. താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലമെന്നെ നടത്തിയിടുന്നു. ഞാൻ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുവാൻ ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുവാൻ തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുവാൻ കുറുകിയിട്ടില്ലതാൽ എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കുകയോഗ്യൻ. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കുകയോഗ്യൻ. കർത്തൻ തൻ കാര്യങ്ങൾ കുറുകിയിട്ടില്ലതാൽ എന്നും ജയം ഞാൻ പ്രാപിക്കും. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കുകയോഗ്യൻ. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കുകയോഗ്യൻ. ദൈവത്താലേ സകലത്തിലും മതിയായവൻ താഴ്ചയിലും ഓ സമൃദ്ധിയിലും ആത്മാവിൻ ബലമെന്നെ നടത്തിയിടുന്നു. എന്റെ ദൈവത്താലേ ഓ സകലത്തിലും മതിയായവൻ അറിഞ്ഞിടുന്നു. I can do all things. വിശ്വാസപര യേശുവിനാൽ എനിക്കെല്ലാം സാധ്യമാണ്. നടത്തിയിടുന്നു ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇല്ല. അറിഞ്ഞെന്നെ നടത്തിയിടും ഞാൻ ലജ്ജിതനായി ഭയപ്പെടണ്ട. ലക്ഷ്യമാറ്റുന്നത് ഇരട്ടിക്ക് മാനം. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ യേശുവിന്റെ ഞാൻ ഭയപ്പെടില്ല. എന്റെ ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ. ഞാൻ ഭയപ്പെടില്ല. ആത്മാവിൻ ശക്തിയാൽ അനുദിനം ആത്മാവിന്റെ ശക്തി ആ ശക്തി എന്നെ ആഗ്രഹിക്കുന്നവർ ആ ശക്തി ഞാൻ പ്രാപിക്കും. എന്റെ ശരണമവൻ. ഞാൻ ഭയപ്പെടില്ല. എന്റെ ശരണമവൻ. ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല. സകലത്തിലും
വരില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആമേൻ. ഏറ്റവും വലിയ വാഗ്ദത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ വാഗ്ദത്തം നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ വാഗ്ദത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇന്ന് ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടും. ഇന്ന് ചില വാഗ്ദത്തങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടാൻ നിൽക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുന്നവൻ ആ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ മേലുള്ള വാഗ്ദത്തത്തെ പൂർത്തീകരിക്കപ്പെടുവാൻ സമയമായപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ആമേൻ യോർദാൻ നദിക്കരയിൽ കടന്നു പോകുമ്പോൾ അവിടെ യേശുവിനറിയാം അവിടെ പിതാവിൻ്റെ ആമേൻ വാഗ്ദത്തം എൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടണം. സ്തോത്രം. അവിടെ കർത്താവ് യോഹന്നാൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ യോഹന്നാൻ പറഞ്ഞു, നിൻ്റെ ചെരുപ്പിൻ്റെ കുനിഞ്ഞ് വാറ തൊടുവാൻ പോലും എനിക്ക് യോഗ്യതയില്ലാത്ത ഞാൻ എങ്ങനെ നിൻ്റെ മേൽ കരം വെച്ച് നിന്നെ സ്നാനമേൽപ്പിക്കും? എന്നാൽ യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം അത് നിവൃത്തീകരിക്കപ്പെടണം, അത് ചെയ്യപ്പെടണം. അവൻ കാരണം ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആ വാഗ്ദത്തം എൻ്റെ മേൽ നിവൃത്തീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ജഡശക്തികൾക്കൊന്നും എൻ്റെ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിയുന്നവർ പറയാം, ആ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം ഹല്ലേലൂയ എൻ്റെ മേലൊന്ന് വെളിപ്പെട്ടാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ വെളിപ്പെടും. ചില വാഗ്ദത്തങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ വാഗ്ദത്തത്തിലേക്ക് കാൽ ചവിട്ടാൻ കഴിയാതിരിക്കുന്ന കാരണം ആ ദൈവശക്തിയുടെ ആഴങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെട്ടിട്ടില്ല. യേശു കരങ്ങൾ ആമേൻ ആ യോഹന്നാൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ഇറങ്ങി ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ശരീരത്തിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. ആമേൻ. അതിനെ എതിർക്കുന്ന ആരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം സ്നേഹത്തിൻ്റെ ആത്മാവ് ജെന്റിൽമാനാണ്. ആരെ നിർബന്ധിച്ച് ആമേൻ നമ്മളെ ഒന്നും ചെയ്യിപ്പിക്കുന്നതല്ല. ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ്റെ മേൽ ദാഹിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകരാൻ ഹൃദയത്തെ ഒരു ദാഹത്തോടെ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ ഒരു നിറവോടെ ദൈവം മടക്കി അയക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് യേശുവിൻ്റെ മേൽ വെളിപ്പെട്ടു. ആമേൻ. അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ പിന്നീട് 3.5 വർഷത്തോളം നീണ്ടു നിന്ന ശുശ്രൂഷയിൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റ കാര്യം ആമേൻ ഏൽപ്പിച്ചാൽ കർത്താവേ ആ ശക്തി ആമേൻ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നിന്റെ മേൽ കരം വയ്ക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ ഒരു പൗലോസിന്റെ മേൽ ഇറങ്ങി വരുമ്പോഴാണ് ആമേൻ ശൗലിനെ പൗലോസാക്കി ദൈവം മാറ്റിയത്. ആള് മാറിയവനെ പോലെ എന്നെ ആക്കാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ പേരിനെ മാറ്റാൻ കഴിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ ശൗലിന്റെ മേൽ വന്നപ്പോൾ തിരുവചനം പറഞ്ഞു, രാത്രി മുഴുവൻ ശൗല് പ്രവചിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ആ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്നാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് പറയാൻ കർത്താവേ ആ ശക്തി എന്നെ നിറയ്ക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. യാക്കോബിന് മനസ്സിലായി വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ട സമയമായി. എന്നാൽ ഏശാവ് മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബിന് മനസ്സിലായി എനിക്ക് എൻ്റെ ശക്തി കൊണ്ട് ഈ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തില്ല. എല്ലാവരെയും പറഞ്ഞു വിട്ടത് യാക്കോബ് യാബോക്കിൻ്റെ തീരത്ത് ഒരു വടിയുമായി പോനെ കൂട്ടമായി മടക്കിക്കൊണ്ടുവന്ന ദൈവത്തെ ആരാധിക്കുന്നവരോ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഹാലിനെ പേടിച്ചവൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ പകരം. യാക്കോബ് യാമേനായി ദൂതനുമായി മൽപ്പിടിക്കുമ്പോഴാണ് യാക്കോബിൻ്റെ മേൽ ഒരു ദൈവശക്തി ദൈവത്തിൻ്റെ കരം ആമേ യാക്കോബിനെ ഇറങ്ങിയ ദൈവ ഒരു ഉറപ്പ് യാക്കോബിന് കിട്ടിയത് അവിടെയാണ്. ഇന്ന് ആമേൻ ആ വാഗ്ദത്തം
പ്രാപിക്കാൻ മുന്നോട്ട് പോകാൻ ഭയത്തോടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഭയവും യേശുവിനെ നാമത്തിൽ മാറട്ടെ. മനുഷ്യ ഭയം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. മനുഷ്യനുള്ള ഭയം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിനെ ഭയപ്പെട്ട് പിന്മാറാനല്ല ഈ ദിവസങ്ങൾ കുടുംബത്തിലുള്ളവരുടെ മതിയെ എന്നെ ഒരു അത്ഭുതമാക്കുവാൻ, എൻ്റെ ദേശത്തിനെ ഒരു അത്ഭുതമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം കരങ്ങളെത്തി കഥാൻ പറ. എൻ്റെ വാഗ്ദത്തത്തെ തടയാൻ വൈശാചിക മരണത്തിന് കഴിയത്തില്ല. യാക്കോബിന്റെ ഭയം ഹല്ലേലൂയ അവനെ പുറകോട്ട് മാറ്റുമ്പോൾ ഇന്ന് കഥാവ് പറയുകയാണ്, ധൈര്യത്തോടെ നീ മുന്നോട്ട് പോകും. നീ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകുക, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഒരു ദൈവശക്തി ഞാൻ നിന്റെ മേൽ പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ നിന്റെ ദേശത്തെ ഉറപ്പിക്കാൻ ആളുകൾ മുമ്പിലുണ്ട്. ജോലിയിൽ ഉറപ്പിക്കുന്ന ആളുകളുണ്ട്. ശുശ്രൂഷനെ ഉറപ്പിക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ. ദാനിയേൽ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേലിന് മനസ്സിലായി 70 വർഷം തീരാറായി, ഒരു വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടാൻ പോവുക. എന്നാൽ ദാനിയേൽ സ്തോത്രം ഒരു ഉപവാസത്തോടെ ദൈവസന്നിധിയിരുന്നു. സ്തോത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേശത്തിന്റെ അധിപതിയെ ദൈവം വെട്ടിമാറ്റി. കാരണം വാഗ്ദത്തത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന ദേശത്തിന് അന്ധകാരത്തിന്റെ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവജനത്തിന്റെ മേൽ കടന്നു പോവുകയുള്ളൂ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ മുഴങ്കാലം മടക്കി കരയുന്നൊരു ദാനിയേലിനെ പോലെ ഈ ദിവസങ്ങൾ ദൈവസന്നിധി ഏൽപ്പിക്കാൻ തയ്യാറാണോ? കർത്താവേ ചിലതൊക്കെ ഈ ദിവസങ്ങൾ ചെയ്യാൻ ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്ന ചെയ്യുവാനുള്ള കൃപ എന്റെ മേൽ പകരണമേ. ആമേൻ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇതാ ഞങ്ങൾ മടങ്ങി വരികയാണെന്ന് പറഞ്ഞ് ദേശത്തിന് ഇടി നിൽക്കുന്ന ആമേൻ ദാനിയേലിനെ മേൽ 21 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ ദൂതനെ ഇറക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതോടെ അവർ പുറത്ത് വന്ന് കൊണ്ടുപോകും. സ്തോത്രം. എന്നെ പുറത്തു കൊണ്ടിരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ശത്രു മുഴുവൻ അടച്ചാലും എന്നെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേൻ. 70 വർഷം കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ദൈവം സമയമാകുമ്പോൾ ചെയ്യും. ആമേൻ. ചില വാഗ്ദത്തങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ. ഒരു സീസൺ ചേഞ്ച് ചെയ്യാൻ പോകുന്ന എത്രയോ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന് ഒരു സീസണിനെ മാറ്റാൻ ദൈവം ചെയ്യാൻ പോവുക. നാളുകളായി മാറാതിരിക്കുന്ന വിഷയങ്ങളെ കർത്താവ് മാറ്റാൻ പോവുക. ഒരു സീസൺ ചേഞ്ച് പത്രോസിന് കൊടുത്തു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരെ സ്തോത്രം സ്തോത്രം ആമേൻ അവന്റെ മുമ്പിൽ കുമ്പിടുക. സ്തോത്രം. ഒരു പൗലോസും ശീലാസും ആരാധിച്ചു തീർന്നപ്പോൾ അവൻ അകത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ കഴുത്തിന് പിടിച്ചാണ് കൊണ്ടിരുന്നത്. തിരിച്ച് അവൻ ആരാധന കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, സാർമാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? മാനിക്കാൻ കഴിയുന്ന ദൈവമുള്ളതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആരാധനക്കകത്ത് ശക്തിയുണ്ടെന്ന് വെളിപ്പെടുന്ന അറിയുന്ന ദൈവമൊക്കെ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ, എന്റെ മുഖത്ത് തുപ്പിയവന്റെ മുമ്പിൽ, എന്റെ മുഖത്ത് വിരച്ചുകൊണ്ടതിന് മുമ്പിൽ എന്നെ അത്ഭുതമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ചില വാഗ്ദത്തങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുവാൻ ആമേൻ പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ സ്വപ്നമാണ് യോസേഫിനെ എത്താണ്ടടുത്ത് എത്തിച്ചത്. ഇന്ന് ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തിന് മാറ്റാൻ കഴിയും. അത് ഒറ്റ സ്വപ്നം അവനെ അരമനയിൽ എത്തിച്ചു. സ്വതന്ത്രം. അവന്റെ വാഗ്ദത്തം ദൈവം പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. വിശ്വസ്തനായി നിൽക്കാൻ തയ്യാറാകുക. അവൻ അനേകം ആമേൻ സ്തോത്രം കിട്ടേണ്ടത് ലഭിക്കാൻ കഴിയാതെ വണ്ണം, അവൻ കരങ്ങൾ കിട്ടേണ്ടത് ലഭിക്കാൻ കഴിയാതെ വണ്ണം പലരും അതിൻ്റെ കരങ്ങളിൽ നിന്ന് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഈ ദിവസങ്ങളിലും പറയണം, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ കുടുംബത്തിനുള്ളവർ ഒരുപക്ഷെ നമ്മുടെ അവകാശം കൊണ്ടുപോയി കാണും. പക്ഷേ ഇന്ന് വിശ്വാസമാണ്, എനിക്ക് അവകാശവും പ്രതിഫലവും എൻ്റെ ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ. എനിക്ക് തരേണ്ട മാന്യത തന്നിട്ടില്ലായിരിക്കും. പക്ഷേ ഇന്ന് വിശ്വാസമാണ്, എന്നെ ദൈവം മാനിപ്പിക്കാൻ ആമേൻ എൻ്റെ മുന്നിൽ മാനപാത്രമാക്കുവാനാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിലൂടെ വെളിപ്പെടാനാണ് ദൈവം എന്നെ വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആ സീസൺ ചേഞ്ചിനകത്ത് ഒരു പീരീഡ് ഉണ്ട് കേട്ടോ. സ്തോത്രം. അതിനകത്ത് ചെയ്യേണ്ടത് ചെയ്യുവാനുള്ള ചില കർത്തവ്യങ്ങൾ ദൈവജനത്തിന് മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അതിലൂടെ ആ ദൈവത്തിൻ്റെ നാമം മഹത്വം കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. വാഗ്ദത്തത്തിൻ്റെ സമയങ്ങൾ ആമേൻ അടുത്തിരിക്കുന്നതിനായിട്ട് യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം ഹല്ലേലൂയ ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. പേര് മാറ്റാൻ കഴിയുന്ന ദൈവം. എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്. വാഗ്ദത്തത്തിൻ ജനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. വാഗ്ദത്തത്തിൻ ജനങ്ങളാണിത്.
മരണനിഴലിൻ ഭീതിയേറുമ്പോ ആരുമില്ല ഏകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും മഹത്വം ദേശത്തിൽ. വിശ്വസിക്കുന്നവർ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും പരിശുദ്ധ രൂഹ. പരിശുദ്ധ രൂഹ. Holy Spirit. പരിശുദ്ധ രൂഹ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുടത്തിൻ തോൽവിയേറ്റുമ്പോ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ. യോസേഫേ, ദാവീദേ, പാപനുടത്തിൻ തോൽവിയേറ്റുമ്പോ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്തിൻ അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വം അവകാശം പിതാവേ. പരിശുദ്ധ രൂഹ. അപ്പാ പിതാവേ. പരിശുദ്ധ രൂഹ. Rapha, Elohim, Shaddai, Yireh, Adonai, will manifest Will Himself. manifest himself. Yahweh, Rapha, Rapha, Elohim, ഉന്നതന്മാരിൽ ഉന്നതൻ Shaddai, Shaddai, Yireh, Adonai He is the will Lord. manifest Yes, ആ ദൈവം Himself. വെളിപ്പെടും. Your glory is tangible in this place. Lord, you're doing something great. Lord, you're doing something great. Making Making supernatural supernatural faith. faith. Your glory is tangible in this place. Lord, you're doing something great. ദൈവം ചില വൻകാര്യങ്ങൾ ചെയ്യും. Making supernatural ഓ, വിശ്വാസം ഇതിൽ വർദ്ധിപ്പിക്കണം. സൗഖ്യമാക്കുന്ന എലോഹിം, ഉന്നതന്മാർ Jesus, supernatural, almighty, സർവശക്തൻ, manifest himself. എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഉപണ്ടലേ, എന്റെ ജീവിതത്തിൽ മുഖ്യമായി ശാഖയായി സർവശക്തനായി ഇരയായി എന്റെ ആവശ്യങ്ങളിൽ അരുണായി എന്റെ നാഥനായി If you worship, he will manifest himself. If you call him, he will manifest himself. If you seek him, he will manifest himself. If you worship, he will manifest himself. If you call him, he will manifest himself. If you seek him, he will manifest himself. Yahweh, Rapha, Elohim, Shaddai, Yireh, Adonai will manifest himself.
tangible in this place. Lord, you're doing something great. Making supernatural faith. Supernatural faith. Your glory is tangible in this place. സാന്നിധ്യം Lord, you're doing something great. ദൈവം ചെയ്തൊക്കെ ശ്രേഷ്ഠമായത് മാത്രമാണ്. Supernatural faith. Awaken my faith. എന്റെ വിശ്വാസം Elohim Shaddai Yireh Adonai will manifest himself. Yahweh Rapha Elohim Shaddai Yireh Adonai will manifest himself. വചനമായി അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ടെന്ന് കഥാവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ മേലും നിവൃത്തീകരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് അടഞ്ഞു കിടക്കുന്നതിനെ ഇന്ന് തുറക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഹി ഡസ് സൂപ്പർ നാച്ചുറൽ തിങ്സ്. സൂപ്പർ നാച്ചുറലായിട്ടുള്ള ചിലത് വെളിപ്പെടണമെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് നമുക്ക് വേണം. വിശ്വാസമുള്ളൊരു ഹൃദയം നമുക്ക് കഥാവേ നാളുകളായി വർഷങ്ങളായി നടക്കാത്തത് ചിലത് എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമൊക്കെ ഇതിനകത്തുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നത് നാച്ചുറലായിട്ടില്ല, ദൈവം പ്രവർത്തിക്കുന്നത് സൂപ്പർ നാച്ചുറലായിട്ടാണ്. ആമീൻ. ഇല്ലാത്തതിനെ എൻ്റെ ദൈവം സൃഷ്ടിക്കും. ഉടമ്പൻ മരിച്ചു കിടക്കാൻ എഴുന്നേൽപ്പിക്കും. കോശങ്ങൾക്ക് ജീവനില്ലെങ്കിൽ കോശങ്ങൾക്കകത്ത് ജീവൻ കൊടുക്കാൻ കഴിയുന്ന, ഞരമ്പുകൾക്ക് ജീവനില്ലെങ്കിൽ ആ ഞരമ്പുകൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സർവശക്തനെ ആരാധിക്കുന്നത്. ജീവനില്ലാത്ത അവസ്ഥയുടെ മേൽ ജീവൻ പകരാൻ കഴിയുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. മറിയ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. വാഗ്ദത്തം ഒരിക്കലും ആമേൻ മരിക്കത്തില്ല കേട്ടോ. ആമേൻ. ദൈവം ആമേൻ ഒരു വാഗ്ദത്തം വെറുതെ പറയത്തില്ല. ദൈവം ഒരുവരോട് വാക്ക് സംസാരിച്ചാൽ അത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അത് നമ്മുടെ ശക്തിയൊന്നുമല്ല, ദൈവത്തിന് ആവശ്യം നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. യോസേഫിന്റെ ഒരു വാഗ്ദത്തം യോസേഫ് കണ്ടപ്പോൾ ആമേൻ സകലരും എതിരായപ്പോഴോ ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. സ്തോത്രം. കണ്ട സ്വപ്നത്തെ ദൈവം സമയമായപ്പോൾ നിവർത്തിച്ചു. ഇന്ന് യേശുക്രിസ്തുവിന്റെ സകല വാഗ്ദത്തങ്ങൾക്കും അവകാശി ഞാനാണെന്ന് അറിയുന്നവർ ദൈവത്തിന് നന്ദി പറയും. എല്ലാ വാഗ്ദത്തങ്ങളും കർത്താവിൽ ആമേനാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സകല വാഗ്ദത്തങ്ങളും എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ രോഗത്തെ സൗഖ്യമാക്കുന്നതാണ്. അല്ല, ഇന്നും കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. നീതിയും രാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അതോടെ വരുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തം. നമ്മാമേൻ. ഇന്ന് കർത്താവ് ആമേൻ വാക്ക് കർത്താവിൻ്റെ തിരുവായ് മൊഴിയായി എന്തെല്ലാം യേശു പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ചില. കാരണം യേശുവിന് മരണമില്ല. യേശു എന്നേക്കും ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. സ്തോത്രം. യേശു എന്നേക്കും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എന്നോട് ഭൂമിയെ ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞു വരുന്ന ഭൂമിയില്ലായിരിക്കാം, പക്ഷെ സ്വർഗത്തിൽ എനിക്ക് എൻ്റെ കർത്താവുള്ളതിനായിട്ട് നമുക്ക് ഒരുമിച്ച് അത് പാടുകൂടി കാടി കർത്താവിനെ മഹത്വപ്പെടുത്തി.
പ്രതികൂല കാറ്റെല്ലാം വിധിച്ചു നീ വരും മാറിയിടും. പ്രതികൂല കാറ്റെന്മേൽ അടിച്ചു വീഴും. എഞ്ചെയുള്ള കലങ്ങിയിടും. ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ചു നീ വരും മാറിയിടും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല. ഓ ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. എന്റെ യേശു കൂടെയുണ്ട്. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. എന്റെ യേശു കൂടെയുണ്ട്. ഓ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഓ മാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ചോദ്യമാണ്. ഇല്ല ഇല്ല വിശ്വാസത്തോടെ. ഒരിക്കലുമില്ല ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശുവാക്കുമാറുകില്ല. യേശുവാക്കുമാറുകില്ല. ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ആ ഒരിക്കലുമില്ല. യേശുവാക്കുമാറുകില്ല. വാക്കുമാറുകില്ല. പ്രിയ നാമത്തിലുള്ള സ്നേഹത്തെയും ബന്ധനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ ഞായറാഴ്ച ദിവസം അറിയിപ്പാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് വിശ്വസ്തതയ്ക്കായിട്ട് ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ച ദൈവം നമ്മളെല്ലാവരെയും തൻ്റെ ചിറകടിക്കുള്ളിൽ തൻ്റെ തൂവലുക്കുള്ളിൽ സൂക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മുടെ മധ്യേ കർത്താവ് തന്നതിനായിട്ട് വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം അവസരം തന്നതിനെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിലയേറിയതാണ്. ആമേൻ. നമുക്ക് പലതും നമുക്ക് തിരിച്ചു പിടിക്കാം, പക്ഷേ തിരിച്ചു പിടിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ സമയം മാത്രമേ ഉള്ളൂ. സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് ഒരു സമയമുണ്ട്. ഈ സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേൽ തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മളെല്ലാവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖമായി നമുക്ക് യെരമ്യ പ്രവാചന പുസ്തകത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. യെരമ്യ പ്രവാചന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം കിട്ടിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. സൂര്യനെ എന്നാൽ അരുളപ്പാട് സൂര്യനെ പകൽ എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാകുന്നു? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതി ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇസ്രായേലിനെ പറ്റി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം ഇന്നും ആണ്. നമ്മുടെ ഹൃദയ പലകകൾ, ഞാൻ പറഞ്ഞ വചനം ശരിയാണെന്ന് തോന്നുന്നു, യെരമ്യാ പ്രവാചന പുസ്തകം 31-33. സ്തോത്രം. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെടുവാനാണ്. കാരണം ദൈവം നമുക്ക് ദൈവമായും ദൈവത്തിന് ജനമായും നമ്മൾ ഇരിക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടെങ്കിൽ മാത്രമേ
ദൈവത്തിൻ്റെ ജനമെന്നുള്ള ഒരു അഭിമാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരികയുള്ളൂ. ഇസ്രായേൽ മക്കളൊക്കെയും ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെങ്കിലും വാഗ്ദത്തത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ വണ്ണം അവർ വീണു പോകാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനം അവർക്ക് ഹൃദയങ്ങളിലില്ലായിരുന്നു. ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു പരിജ്ഞാനം, ആ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണങ്ങൾ അവർക്ക് കാണാൻ കഴിയാതെ പോയത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും അതൊരു വൈകാരികമായ ഒരു സ്നേഹമായി മാറാം. ദൈവം നമുക്ക് ചിലതൊക്കെ തരുന്നതുകൊണ്ടും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടുമൊക്കെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കും. പക്ഷേ ദൈവവചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാനിടയാകുന്നത്. ഇന്ന് ആ ദൈവവചനം നമ്മുടെ ചെവികളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ഹൃദയഫലകങ്ങൾ എഴുതപ്പെടാതെ പോകുവാനല്ല, നമ്മുടെ ബുദ്ധിക്കകത്തിരിക്കുവാനല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഫലകകളിൽ നമ്മുടെ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്തത് കൽപ്പലകകളിലാണ്. സ്വന്തം കൈകൊണ്ട് ദൈവം എഴുതി കൊടുത്തു. ആദ്യം കൽപ്പലക ചെത്തി മോശയുടെ കരങ്ങൾ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അതിനകത്ത് ദൈവം സ്വന്തം കൈപ്പടിയാൽ എഴുതി കൊടുത്ത പ്രമാണങ്ങൾ മോശയുടെ കരങ്ങളിലേക്ക് ദൈവം കൊടുത്തു. എന്നാൽ ആ കൽപ്പലകകളെ തകർത്ത് കളഞ്ഞ മോശയോട് ദൈവം പറഞ്ഞു, ഇത് ഏറ്റവും അമൂല്യമായതാണ്, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിൻ്റെ കരങ്ങളിൽ ഞാൻ തന്നത്. നീ അതിനെ പൊട്ടിച്ചു കളഞ്ഞുവെങ്കിൽ ഇനി നീ തന്നെ ഒരു കൽപ്പലക ഉണ്ടാക്കാൻ പറഞ്ഞ് മോശ ഒരു കൽപ്പലക, 2 കൽപ്പലക അദ്ദേഹം തന്നെ ഉണ്ടാക്കി ദൈവകരങ്ങളിൽ കൊടുത്തപ്പം ദൈവം വീണ്ടും എഴുതി കൊടുത്തു. അപ്പോൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ കൽപ്പലകൾ എഴുതിയ ആ ദൈവത്തിൻ്റെ വചനങ്ങൾ തീ കൊണ്ടാണ് ഒരുപക്ഷെ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. തീയാൽ നമ്മൾ സംസാരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവവചനത്തിനകത്ത് സ്തോത്രം തീ പോലെ കത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പാറയെ പോലും തകർക്കുവാൻ കഴിയുന്ന കൂടമായിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം നമ്മുടെ കൽപ്പലകകളിലല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ കല്ലല്ല, നമ്മുടെ ഹൃദയങ്ങൾ കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ഹൃദയങ്ങളെയാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖങ്ങളിലേക്ക് മനുഷ്യൻ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്ന് കണ്ട് നമ്മളെ നമ്മളെ കാത്ത് സൂക്ഷിക്കുവാൻ മാത്രമല്ല നമ്മളെ അവനോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ ദിവസങ്ങളിലും ആ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് ഈ ദിവസങ്ങൾ എഴുതുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിലെ 17 ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, മനുഷ്യൻ്റെ ഹൃദയം അല്ലേ ഏറ്റവും ഹല്ലേലൂയ. അതിന് 17:9 ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളതും അത് ആരാഞ്ഞറിയുന്നവൻ ആർ. അപ്പം നമ്മുടെ ഹൃദയങ്ങൾ, നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല മനുഷ്യനാണ്, പക്ഷേ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസാരമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയം എങ്ങനെയാണ് എന്നാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഒന്നും ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഹൃദയത്തെ ദൈവത്തിൻ്റെ നമ്മുടെ ഹൃദയം ഒരാലയമായി മാറുവാൻ, നമ്മളെ കർത്താവിൻ്റെ സ്വന്തമാക്കി തീർക്കുവാൻ, ദൈവം നമ്മുടെ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം പറയുകയാണ്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കൽപ്പലകളല്ല, മാംസപ്പലകകളിൽ എഴുതപ്പെട്ടാൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും അത് നിങ്ങൾ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. ഒരു പിശാചും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ക്ഷയമെടുക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ മേൽ ചില ദൈവിക അധികാരങ്ങളെ ദൈവം നൽകുവാനിടയാകും. നിങ്ങളുടെ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകും. നിങ്ങളുടെ ദൈവം ഞാനാണെന്ന് അനേകർ അറിയുവാനിടയാകും.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. എന്നിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ ഇടയാകും. ഞാനൊരു വെളിച്ചമായി മാറും. ഇരുളിനെ തോൽപ്പിക്കുന്ന, ഇരുളിനെ തകർക്കുന്ന ഒരു വെളിച്ചമായി എന്നെ ദൈവം കത്തി ശോഭിക്കുവാൻ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിട്ട് പറയണം, എൻ്റെ ഹൃദയത്തിനകത്തുള്ള ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിനകത്ത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം തീയാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ അനേകർക്കൊരു വെളിച്ചമായി, അനേകർക്കൊരു നറുവാസനയായി ദൈവം എന്നെ മാറ്റുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് വഴി നടത്തുന്നത്. ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തെപ്പറ്റിയുള്ള പരിജ്ഞാനമാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ആമേൻ. അപ്പോൾ ദൈവം പരിശുദ്ധനാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും, ദൈവം നിത്യനാണെന്നൊക്കെ നമുക്കറിയാമെങ്കിലും, ആമേൻ, അതിനകത്ത് ദൈവവചനത്തിൻ്റെ പൂർണ്ണതകൾ നമ്മൾ മനസ്സിലാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പാരമ്പര്യ സഭകളിലെ അങ്ങനെയുള്ളവരെ പെന്തക്കോസ്തുകാർ കളിയാക്കാറുണ്ട്. പക്ഷേ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പക്ഷേ പാരമ്പര്യമായിരിക്കുന്ന സഭകൾക്ക് ലഭിച്ച ദൈവിക വെളിച്ചം ഒരു കാലത്ത്, നമ്മുടെയൊക്കെ വല്യപ്പന്മാരുടെ കാലത്ത് അവർക്ക് ലഭിച്ചത് ഈ വചനം അവരുടെ കരങ്ങളിൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അവർക്കൊക്കെ കിട്ടിയ വെളിച്ചം അവർ സൂക്ഷിച്ചത്. അന്ന് ഈ ബൈബിൾ വായിക്കാൻ പോലും അവർക്ക് സാധിക്കത്തില്ല, കാരണം ബൈബിൾ മലയാളത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ കിട്ടിയ വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുവാൻ ഇടയായതുകൊണ്ട് അടുത്ത തലമുറകളിലേക്ക് ആമേൻ കിട്ടിയ വിശ്വാസം പകരപ്പെടുവാൻ ഇടയായി. പക്ഷെ ഇന്ന് ദൈവവചനം നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയത്തില്ല, കർത്താവേ ഞാനിത് അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഈ പുസ്തകം നമ്മുടെ കരങ്ങളിലുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നൊക്കെയുമുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവവചനം ഈ ദിവസങ്ങൾ നമ്മളിലൂടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ പുറമേ ഉള്ളവർക്ക് നമ്മളൊരു സാക്ഷ്യമായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. ആ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവസഭയിലുള്ള ദൈവമക്കൾ ദൈവവചനത്തിനകത്ത് പരിജ്ഞാനം പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പിശാചിൻ്റെ പദ്ധതി ഈ സത്യം ആർക്കും വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഇത് മൂടി വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുക്കും. പക്ഷേ ദൈവവചനത്തിൻ്റെ പൊരുളുകൾ, സത്യങ്ങൾ ദൈവമക്കൾ തിരിച്ചറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ. ആ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി. ദൈവത്തിൻ്റെ അഭിഷേകമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ നമുക്ക് വെളിപ്പെടുവാൻ ഇടയാകുകയില്ല. ഈ വചനത്തിന് കൊടുക്കേണ്ടുന്ന വിലയെ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വെളിപ്പെട്ട് വരികയുള്ളൂ. ഈ വചനത്തിൻ്റെ ശക്തിയും ഈ വചനത്തിൻ്റെ ശക്തിയും ദൈവവചനത്തിൻ്റെ സ്തോത്രം സത്യങ്ങളും അതിൻ്റെ പൊരുളുകളുമൊക്കെ നമുക്ക് വെളിപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ പതുക്കെ സ്വതന്ത്രരാകാൻ തുടങ്ങും. ഇന്ന് സ്വാതന്ത്ര്യം ആവശ്യം എത്ര പേരുണ്ട്? എൻ്റെ മനസ്സിനൊരു സ്വാതന്ത്ര്യം വേണം, എൻ്റെ ശരീരത്തിനൊരു സ്വാതന്ത്ര്യം വേണം. ഹല്ലേലൂയ. എനിക്ക് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമൃദ്ധമായ ജീവൻ്റെ ആ വെളിച്ചത്തിലേക്ക്, ആ അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പറയണം, മറ്റെന്തെല്ലാം പ്രവചനം കേട്ടാലും മറ്റെന്തെല്ലാം ദൂത് കേട്ടാലും അതിൻ്റെ നിവൃത്തീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നടക്കണമെങ്കിൽ ദൈവവചനത്തിലൂടെ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ നടക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇത് വെളിപ്പെടുത്തുവാൻ പൈശാചിക മണ്ഡലം ഒരു വിധത്തിനും സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ വചനത്തിന് കൊടുക്കേണ്ടുന്ന വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി. ഏറ്റവും ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു
അനുഗ്രഹത്തിൻ്റെ ദൈവം ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളെന്ന് ചോദിപ്പോന്നൊക്കെ വേണം ദാവീദ് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി നിന്ന് ദൈവത്തോട് ചോദിക്കുന്നത് പോൽ. ആമേൻ. അതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് 119 സങ്കീർത്തനം ദാവീദിലൂടെയാണ് രചിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. സ്തോത്രം. അപ്പോൾ ഈ വചനത്തിന് അത്രയധികം പ്രാധാന്യം കൊടുത്ത ബൈബിൾ ഏറ്റവും നീണ്ട അധ്യായം ഈ ബൈബിളിനകത്ത് എഴുതി ചേർത്ത ദാവീദിൻ്റെ ജീവിതത്തിന് മേൽ ആർക്കും കിട്ടാത്ത ഒരു ദൈവിക വാഗ്ദത്തം, ദാവീദുമായി ഒരു ഉടമ്പടി ദൈവം ചെയ്യുവാൻ 7 ഉടമ്പടികൾ ദൈവ വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ ഉടമ്പടിയുടെ ആമേൻ സ്തോത്രം കർത്താവായി ആമേൻ അതിലൊരു ഉടമ്പടി ചെയ്യുവാൻ തക്കോണം ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. അവസാനത്തെ ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പുതു നിയമത്തിൻ്റെ ഉടമ്പടിയാണ്. അതിൻ്റെ പൂർത്തീകരണങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഉടമ്പടിയുള്ളത് ദൈവവുമായിട്ടാ എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയാലും ഹല്ലേലൂയ സ്തോത്രം, ദൈവം ഉടമ്പടി എന്ന് മാറത്തില്ല. ഗോഡ് വിൽ സ്റ്റാൻഡ്. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ കാര്യം അങ്ങനെ, അതാണ് ക്രൂശിലുള്ള ഉടമ്പടി. ഏത് സമയത്ത് തിരിച്ചു ചെന്നാലും നമുക്ക് തെറ്റിപ്പോയാലും അവനിലേക്ക് മടങ്ങി ചെന്നാൽ ആ രക്തത്താൽ ഒന്നുകൂടി എന്നെ കഴുകി എന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ദൈവത്തിന്റെ ഛായയിലേക്ക്, ഈ ദിവസങ്ങൾ കർത്താവിന്റെ ഛായയിലേക്ക് എന്നെ മാറ്റാൻ കഴിയുന്ന ആമേൻ ദൈവിക വിശ്വസ്തതയ്ക്കായിട്ട് എത്ര പേർ ദൈവത്തെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റുകളുണ്ടെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ വന്ന അപജയങ്ങളുണ്ടെങ്കിലും അത് ഏറ്റുപറയുമ്പോഴും ആ ഉടമ്പടിയിൽ നിന്ന് മാറാതെ ഹല്ലേലൂയ ക്രൂശ് ഇന്ന് നമുക്ക് വേണ്ടിയുള്ളതിനായി എത്ര പേർ ദൈവത്തെ ഒന്ന് സ്തുതിക്കും. ഹല്ലേലൂയ. അവിടെ ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ നമുക്ക് ഏകമാർഗം ആ ദൈവവചനവുമായിട്ട് കൂടുതൽ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു വ്യക്തിയുമായി എത്രയധികം കൂടുതൽ സമയം ചെലവിടുന്നുവോ അതിനനുസരിച്ചാണ് ആ വ്യക്തിയെ നമ്മൾ അറിയുന്നത്. നമ്മൾ ഈ ഞായറാഴ്ച കൂട്ടായ്മ കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പം നമ്മൾ പോയാൽ നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നും കാണാം. പക്ഷെ നമ്മളിത് സംസാരിക്കുകയും നമ്മളിരുന്ന് പല കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ അറിയാൻ തുടങ്ങും, അല്ലേ? അല്ലെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ ദൈവവചനവുമായിട്ട് ചേർന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവവചനം നമുക്ക് ആമേൻ അതുമായിട്ടൊന്ന് ആമേൻ നമുക്ക് പരിചയപ്പെടുവാനും ആ വചനത്തിൻ്റെ സത്യം നമുക്ക് മനസ്സിലാകുവാനും ദൈവം നമ്മൾ ഇടപെടുവാനും തുടങ്ങുന്നത് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഇരിക്കുമ്പോഴാണെന്ന് തിരിച്ചറിയുന്നവർ ഈ ദിവസങ്ങൾ പറയണം, കർത്താവേ ആ കൃപ എൻ്റെ മേൽ ഈ ദിവസങ്ങൾ പറയണമേ. കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ ഇതിന് മടുപ്പായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിൻ്റെ മുമ്പിലൊന്ന് ഇരിക്കുവാൻ, കൂടുതൽ കർത്താവേ ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, ആ ദൈവിക സത്യമെന്ന് വെളിപ്പെടുവാൻ, ആമേൻ ദുഷ്ടൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുവാൻ, എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കർത്താവേ സ്നേഹമയമായി രുചിച്ചറിയുവാൻ. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനം 1 പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ രാപ്പകൽ ധ്യാനിക്കുന്നവൻ നമുക്ക് ഇന്നിപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള കാര്യം, രാപ്പകൽ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. പക്ഷേ സ്തോത്രം, അതിനകത്ത് വേറൊരു കാര്യമായിരിക്കുന്നത്, നമ്മൾ ഈ പരിഹാസികളുടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാപികളുടെ വഴിയിൽ നമ്മൾ നടക്കാതെ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പം അവരുടെ അടുത്ത് പോകാതെ ഈ ദൈവവചനത്തിനടുത്തേക്ക് കടന്നു വരുവാനും ദൈവത്തിനോട് അവിടെ നടക്കാതെയും പാപികൾ വഴി നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പെടുത്തി ഇരിക്കാതെയും കർത്താവിനോട് ചേർന്ന് ഇരിക്കുവാനും കർത്താവിനോട് നടക്കുവാനും കർത്താവിനോട് കൂടെ നിൽക്കുവാനും തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഒരു കാര്യം പറയുക, നീ ആറ്റരികത്ത് നട്ടിക്കുന്ന ഫലപ്രദമായ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം. സ്തോത്രം. ആമേൻ. ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഞാൻ ഫലം കായ്ക്കും. ആമേൻ. സമയമായിട്ടില്ല എങ്കിൽ ഈ ദിവസങ്ങൾ ഞാൻ ഫലം കായ്ക്കുന്ന ദിവസങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. ചൂടേറിയ അനുഭവങ്ങൾ വരും. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യേ ആമേൻ സ്തോത്രം ഞാൻ ചെയ്യുന്നതൊക്കെയും എന്നെ കൊണ്ട് സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു സർവശക്തൻ്റെ ഖരമുണ്ട്. ഞാൻ കഴിഞ്ഞ നാൾ ഖരം വെച്ച മണ്ഡലങ്ങൾ കഴിഞ്ഞ ആളുകൾ ഫലത്തിന് മേലും ആമേൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ ചെയ്തപ്പോഴും അതിൻ്റെ നിവൃത്തികരണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് വിശ്വാസം വേണം, ഞാൻ കരം വയ്ക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ അതിൻ്റെ നിവൃത്തികരണങ്ങൾ കാണുവാൻ തക്കോണം ദൈവം എന്നെ ഇടയാക്കും. എൻ്റെ കരങ്ങളുടെ വേലകളെ അധ്വാന ഫലങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്.
ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തളങ്ങളിൽ കടന്നു വരുമ്പോൾ അത് നമ്മളെ കഴുകുന്നതാണെന്ന്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്ക് ഉപവസിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ക്ഷീണം വരും, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ക്ഷീണം വരും. പക്ഷേ നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഇത് നമുക്ക് ആവശ്യം, നമുക്ക് വെള്ളവും ആഹാരവും കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ആഹാരം മാത്രം കഴിച്ചാൽ പോരെ, വെള്ളവും കുടിക്കാം, നമുക്ക് കുളിക്കാം. അപ്പോൾ നമ്മുടെ നിത്യവൃത്തിക്ക് നമ്മൾ ഇതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവവചനം നമ്മളെ കഴുകുന്നതാണ്, ദൈവവചനം നമ്മൾ കുടിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ ഉദുങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ആമേൻ. പരിശുദ്ധാത്മാവാകുന്ന ജലമുണ്ട്. യേശു പറയുന്നത് വെള്ളത്താൽ നമ്മൾ സ്നാനമേൽക്കണം എന്നുള്ള ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. അത് അന്തിമ കൽപ്പനയാണ്. അത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഈ വചനമാകുന്ന ജലത്താൽ നമ്മൾ കഴുകപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവരാജ്യത്തിനകത്ത് നമുക്ക് കടക്കണമെങ്കിൽ ദൈവവചനമാകുന്ന ജലം ഈ ദിവസങ്ങൾ കുടിക്കുവാനും അത് അകത്തളങ്ങളിൽ ഈ ദിവസങ്ങൾ നമ്മളെ കഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മൾ തീരുവാൻ തക്കവണ്ണം ഇവിടെയാക്കും. അവൻ്റെ നീതി രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വരുമെന്ന് ദൈവം കഥാവായ യേശുക്രിസ്തു പറയുകയാണ്. സ്വതം പരിശുദ്ധാത്മാവ് പറയുകയാണ്, കേൾക്കുന്നവനെ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജലമായി, അല്ലെങ്കിൽ ഒരു മഴ പോലെ, ഞാൻ എൻ്റെ വചനം ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണ് എന്ന് ദൈവം പറയുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള നിവൃത്തികരണം നടന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ജോൺ ഹാഗി എന്ന് പറഞ്ഞൊരു ദൈവദാസൻ പറഞ്ഞത്, ഒരുപാട് ആൾക്കാർ സ്നാനപ്പെടും, പക്ഷേ യഥാർത്ഥത്തിലൊരു മാനസാന്തരമില്ലാതെ സ്നാനപ്പെട്ടാൽ കാര്യമില്ലെന്ന്. കാരണം ഈ വചനം ഹൃദയത്തിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ ഒരാളെ സ്നാനപ്പെടുത്താൻ പാടുള്ളൂ. അവർക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിലേക്ക് വരണം. അത് ഈ വചനമാണ് ക്രിയ. അല്ലെങ്കിൽ യു വിൽ കം ഇൻ, അവിടെ വന്നിട്ട് ഒരു ഡ്രൈ സിന്നറായിട്ട് വരും. അവനെ മുക്കി ഒരു എന്താ പറയുക, ബെറ്റ് സിന്നറായി അവൻ പുറത്തു വരും. ജീവിതത്തിൽ ഒരു മാറ്റവും വരത്തില്ല. പക്ഷേ നമ്മൾ കർത്താവിൽ സ്നാനപ്പെട്ട് കർത്താവിലായി തീർന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിലായി തീർന്നുവെങ്കിൽ, ഈ ദൈവവചനമാകുന്ന ജലത്താൽ അകത്തളങ്ങൾ കഴുകപ്പെടുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് മേൽ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അതെൻ്റെ ഉള്ളത്തെ കഴുകുന്നതാണ്, എൻ്റെ അകത്തളങ്ങളെ കഴുകുന്നതാണ്. ദൈവവചനവുമായി ഈ ദിവസങ്ങൾ ഇരിക്കാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവെന്ന എഴുതിയ ഈ വചനം എഴുതിയ പരിശുദ്ധാത്മാവുമായ സൗഹൃദത്തിൽ ദൈവവചനത്തിനകത്തേക്ക് കടന്നു ചെല്ലാൻ തയ്യാറാണോ? ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇന്ന് ഞാൻ വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ വചനം പ്രസംഗിക്കുന്ന ആ വ്യക്തി he should be saturated in the word of God. ഞാൻ നനഞ്ഞായിരിക്കണം അതിനകത്ത് വരുന്നത്. ഹല്ലേലൂയ. വചനത്താൽ എന്നെ നനയ്ക്കണം, എന്നെ കഴുകി. ഒരു സ്പോഞ്ച് എടുത്ത് വെള്ളത്തിലിടുമ്പോൾ അതിനെ ഞെക്കുമ്പോൾ അതിനകത്ത് അശുദ്ധി പോകുന്ന പോലെ ഈ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പം അകത്തളങ്ങളിൽ ദൈവം ഒരു വിശുദ്ധീകരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധാത്മാവിനെയാക്കുമെന്ന് വിശ്വസിക്കുന്നവർ, തിരിച്ചറിയുന്നവർ ഇന്ന് ഇന്ന് പറയണം, കർത്താവേ എനിക്കൊരു ദാഹം തരണം, ഈ വചനം എൻ്റെ അകത്തളങ്ങളിൽ എറിയണം. എൻ്റെ അകത്തുള്ള അശുദ്ധി എന്നെ പലപ്പോഴും പിടികൂടുമ്പോൾ, എൻ്റെ ഉള്ളിൽ ഞാൻ പറയേണ്ടാത്തത് പറയുമ്പോൾ, ഞാൻ ചിന്തിക്കേണ്ടാത്ത എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുമ്പോൾ ദൈവവചനം എനിക്ക് എൻ്റെ ഹൃദയഫലകളല്ല, എൻ്റെ ചിന്തകളിലേക്ക് ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ആ ചിന്തകൾ, ദൈവവചനമാകുന്ന ചിന്തകൾ എന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. മനസ്സിലാകുന്ന ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ എന്താണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് വായിക്കുന്നത്, അതാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ
ഈ വചനം കൂടുതൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങും ബൈബിൾ കോളേജിൽ പോകേണ്ട സ്വന്തം ആദ്യം തന്നെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു പക്ഷേ വളരെ ഭാരപ്പെട്ടായിരിക്കാൻ വരുന്നത്. പക്ഷേ ആ വചനം നമ്മുടെ ഭാരങ്ങളെ എടുത്ത് മാറ്റുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ എങ്ങോട്ടും പോകണ്ട, ഇതെടുത്ത് കുറച്ചാണെന്ന് വായിച്ചാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എഫീഷ്യന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, നോക്കുക, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, വെള്ളത്തിൽ മുങ്ങിയിട്ട് മാത്രം കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഉദ്ഘാടനം മാത്രം, ഒരു കട തുടങ്ങുമ്പോൾ ഉദ്ഘാടനം ചെയ്യാം. പക്ഷേ അതിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചാണ് അതിൻ്റെ മേലുള്ള ജയം വരുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ വെള്ളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞ കാര്യമില്ല, ജലത്താലുള്ള സ്നാനം, നമ്മൾ വചനത്താലുള്ള ജലസ്നാനത്താൽ ആമേൻ നമ്മൾ ദൈവസഭ വിശുദ്ധീകരിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനൊരു വചനം പ്രതീക്ഷിച്ചാണോ വന്നത് എനിക്കറിയത്തില്ല. ആമേൻ. പക്ഷേ നമുക്കിത് അകത്ത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മാറ്റാനും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനും ദൈവം നമ്മളെ ഇടയാക്കും. ദൈവസഭയ്ക്കുന്ന ആവശ്യം ദൈവവചനമാണ്. ദൈവസഭയുള്ള ദൈവവചനം ആത്മീയ മനുഷ്യൻ അവൻ പക്വത പ്രാപിക്കുന്ന ദൈവവചനം മനസ്സിലാക്കിയ ദൈവവചനമാണ് അവരെ പണിയുന്നത്, ദൈവവചനമാണ് അവരെ പ്രാപ്തരാക്കുന്നത്, ദൈവവചനമാണ് മറ്റുള്ള ആശ്രയത്തിൽ നിന്ന് അവരെ മാറ്റുന്നത്. ആമേൻ. പാസ്റ്ററിലോ മറ്റേതെങ്കിലും പ്രവാചകങ്ങളിലോ ഉള്ള ആശ്രയം മാറുന്നത് ദൈവവചനം എൻ്റെ അകത്തളയിൽ കത്തുവാൻ തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സമയത്ത് ഇതിനകത്ത് പോയാൽ നമുക്ക് ആവശ്യമാക്കുന്ന ആശ്വാസം അതിനകത്തുണ്ട്. അതിനകത്ത് ദൈവത്തിന് ഉത്തരങ്ങളുണ്ട്. അത് സമയമാകുമ്പോൾ ഇത് അകത്തുണ്ടെങ്കിൽ ഇത് സമയമാകുമ്പോൾ എൻ്റെ ഉള്ളിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം തൻ്റെ സഭയെ വിശുദ്ധീകരിക്കുവാനും കറ ചുളുക്കം മുതലായതില്ലാതെ സഭയെ ശുദ്ധീകരിക്കേണ്ടതിനും നിഷ്കളങ്കയായി തനിക്ക് തേജസ്സോടെ നിർത്തേണ്ടതിനും എന്നെ ഒരു നിഷ്കളങ്കനാക്കണമെന്ന് എത്രയെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു പ്രാർത്ഥന അതാണ്. എൻ്റെ അകത്തെ കർത്താവേ ഒരു നിഷ്കളങ്കമായൊരു ഹൃദയം എനിക്ക് തരണമേ. എൻ്റെ അകത്ത് ഞാൻ ആമേൻ പലരോടും പറയുന്നില്ല, പലരും കാണുമ്പോൾ എന്നെ അറിയത്തില്ല, പക്ഷേ എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവമുണ്ട്. ആമേൻ. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എൻ്റെ മനോഭാവം എന്താണെന്ന് വ്യക്തമായി അറിയുന്ന ദൈവമുണ്ട്. അല്ല, ഈ ദിവസങ്ങളിലും എന്നെ മാറ്റുവാൻ കഴിയുന്നത് ആമേൻ ആ വചനത്താലാണ്. ദൈവം എന്നെ ശുദ്ധീകരിക്കുന്ന അകത്തളങ്ങളിൽ. അപ്പോൾ ദൈവം പറയുകയാണ്, ഹൃദയ പലകകളിൽ ഞാൻ എൻ്റെ വചനം എഴുതാൻ പോവാ, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം എഴുതാൻ പോവാ. ആഗ്രഹിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പറയപ്പെടുന്ന വചനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഈ ദിവസം എഴുതപ്പെട്ടു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ശക്തന്മാർ, അവൻ ഭക്തന്മാർ ദൈവസഭയിൽ എഴുന്നേൽക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പൊരുളുകൾ അവരുടെ അകത്തളങ്ങളിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ അവസ്ഥകൾ മാറുവാൻ തക്കവണ്ണം ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ പാല് കുടിക്കണം, രാവിലെ ചായ കുടിക്കുന്നവരില്ലാത്ത കുറവാണ്. ആമേൻ. പക്ഷേ പത്രോസ് പറയുകയാണ്, പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മിൽമാപ്പാലല്ല കുടിക്കേണ്ടത്, നിങ്ങൾ കുടിക്കേണ്ടത് മായമില്ലാത്ത പാല്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലെ മുഴുവൻ പാലും ആമേൻ സ്തോത്രം എല്ലാം മായം ചേർത്താണ് വരുന്നത്. പക്ഷേ മായമില്ലാത്തൊരു പാലുണ്ടെങ്കിൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിലുള്ള വചനമാണ്. സ്തോത്രം. കിട്ടിയെങ്കിൽ വായിക്കാം. 1 പത്രോസ് 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ആമേൻ. കർത്താവ് ദയാലു എന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ ഇന്ന് ഈ വചനമാകുന്ന ചതിവും വ്യാജഭാവവും അസൂയയും നുണയും ഇതൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. സ്തോത്രം. എനിക്കും ഇത് ചിലതൊക്കെ ചിലപ്പം വരാറുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരണം. മനുഷ്യൻ ഹല്ലേലൂയ ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. മനുഷ്യൻ ഏറ്റവും അവൻ്റെ ചെറിയ പ്രായം മുതലല്ലേ
ജനസിസ് 6-ാമത്തെ അധ്യായത്തിൽ ദൈവം ഈ ഭൂമി നശിപ്പിക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ ചിന്തകളെല്ലാം ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. യഹോവ കാണുന്നത് മനുഷ്യൻ്റെ ഹൃദയം. നമ്മൾ വിചാരിക്കും നമ്മുടെ ഹൃദയം പരിശുദ്ധം, പക്ഷേ ദൈവം നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് വിഷയം. അല്ലല്ലോ. പക്ഷെ ഇതിനെ മാറ്റാൻ കഴിയുന്നതാണ് ഒരു പുസ്തകമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ, നമുക്ക് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ മാറ്റിയാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം വരും. എൻ്റെ ഹൃദയം മാറിയാൽ, ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയാം, എൻ്റെ ഹൃദയത്തിൽ മാറ്റം വരുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും. സ്വതം മറ്റുള്ളവരുടെ കയ്പും അസൂയയും ഈർഷയും പിണക്കവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ആകപ്പാടെ ഉള്ള സമാധാനം മുഴുവൻ പോകും. ഇന്ന് നമ്മുടെ സമാധാനം നമ്മുടെ കരങ്ങളിലാണ്. അല്ലെ, ദൈവവുമായിട്ടുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സമാധാനം പോകും. നമുക്കിത് വരുമ്പോഴത്തേക്കും ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സമാധാനം പോകും. പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ മാറുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെ അതുകൊണ്ട് തന്നെ ഈ ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഉണ്ട്. ഹല്ലേലൂയ. അതല്ലാതെ ദൈവവചനത്തിൻ്റെ അവിടെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഈ പാല് ഈ ചെറിയ കുഞ്ഞ് കുടിക്കുന്നത് ചെറിയ പ്രായത്തിലാണ്. ഈ പാല് നമുക്ക് അറിയാവുന്ന കാര്യം, എന്നാലും ഒന്നുകൂടെ പറയാം, അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം. ഈ പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വളരത്തില്ല. പക്ഷെ പാല് കുടിക്കാൻ വേണം. രാവിലെ എഴുന്നേറ്റ് പാൽ കുടിക്കുന്ന ആൾക്കാരുണ്ട്, ചായ കുടിക്കുക, എന്താണെങ്കിലും പാല് അല്പസ്വല്പം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ഈ പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. അല്ലേ, നമുക്ക് ഭക്ഷണം, കട്ടിയുള്ള ആഹാരം കൂടെ വേണം. അപ്പോൾ ഈ കട്ടിയുള്ള ആഹാരം ഈ ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ആത്മീയ മനുഷ്യൻ വളരുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ദൈവസഭകൾ, ഇവാഞ്ചലിക്കൽ ചേർച്ചസ് ഉണ്ട്. പക്ഷേ ദൈവസഭയെ അതുള്ള ദൈവമക്കളെ പണിതെടുക്കുന്ന സഭകളാണ്. അതിനകത്താണ് യഥാർത്ഥത്തിൽ ശക്തന്മാരായിട്ടുള്ള, യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരും ജീവിതത്തിൻ്റെ മേലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നവരുമായി തീരുന്നത്. അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച വന്ന് ഒരു എക്സർട്ടേഷനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ചോ കേട്ടിട്ട് അത് കേട്ട് കൈയടിച്ച് സന്തോഷിച്ച് ഭവനത്തിൽ പോകും. പിന്നെ ആ ആഴ്ച മുഴുവൻ സ്തോത്രം അടുത്ത ആഴ്ച ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. സ്തോത്രം. ദൂത് കേൾക്കാനും സ്തോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് പാലാണ്. ഇതിനപ്പുറത്ത് നമ്മളെ ചെത്തി ഒരുക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ ദൈവവചനം ഈ ദിവസങ്ങളിൽ നമ്മൾ ആ സത്യങ്ങൾ നമ്മളെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളാണ് ഒരുവനെ ആത്മീയ ശക്തന്മാരാക്കി ദൈവം മാറ്റുന്നത്. ദൈവകരങ്ങൾക്കുള്ളിൽ എത്ര പേർക്ക് പ്രയോജനപ്പെടുമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ദിവസങ്ങളിലും ദൈവവചനത്തിൻ്റെ വെളിപ്പാടും ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ ആഴങ്ങളും ഈ നാളുകളിൽ എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ പണിതെടുക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെ മാറ്റുവാൻ പോവുകയാണ്. എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രസാദം എൻ്റെ ജീവിതത്തിന് മേൽ ഇതിലൂടെ കടന്നു വന്നാൽ എൻ്റെ ജീവിതത്തിൽ ആകത്തുക മാറ്റം വരും. ഞാൻ പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ പേരിലേക്കും ദൈവത്തിൻ്റെ പ്രസാദത്തോടുകൂടെ മനുഷ്യൻ്റെ പ്രസാദവും ജീവിതങ്ങളുടെ മേൽ കടന്നു വരുവാൻ തക്കോണം ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. പക്ഷേ നിങ്ങളിപ്പോഴും ആദ്യപാഠമായിരിക്കുന്ന പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കട്ടിയായിട്ടുള്ള ആഹാരം കൂടെ കഴിക്കാൻ തയ്യാറാകണം. പിക്കിൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. മെയിൻ ഡിഷൂടെ കഴിക്കാൻ തയ്യാറാകണം. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ആമേൻ. അപ്പം അതിനകത്ത് ഡെസേർട്ടും കൂടെ ഉണ്ട്. ഈ വചനം എന്ന് പറഞ്ഞാൽ മധുരമുള്ളതാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ദാവീദ് സങ്കീർത്തനം 119:103 പറയുകയാണ്, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്രയോ മധുരമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും രുചികരമായ ഈ ദിവസങ്ങളിലും അത് എൻ്റെ അണ്ണാക്കിന് ഏറ്റവും മധുരതരമായി തീരുവന്നില്ലെങ്കിൽ ഏറ്റവും
നമുക്കിത് സ്വാദിഷ്ടമായി തീരുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ഇതെനിക്ക് ഏറ്റവും ദാവീദ് പറയുന്നത് ഏറ്റവും വിലയേറിയതാണ്, ഇതെനിക്കൊരു നിധിയാണ്. അപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായി മാറുവാൻ, ഏറ്റവും മധുരമുള്ളതായി മാറുവാൻ, മറ്റുള്ളവർ മധുരമുള്ള വാക്കുകൾ പറയുമ്പോൾ അവരുടെ ഹൃദയം എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് എന്നോടുള്ള സ്തോത്രം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതികൾ ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു മുഖാന്തരം വേണമെങ്കിൽ എൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഏറ്റവും വിലയേറിയതായി മാറുവാനല്ല, അതിനുവേണ്ടി ഒരു ദാഹവും ഒരു വാഞ്ചയും ഒരു വിശപ്പും കൂടെ ദൈവം നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പശു അയവിറക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കും. പശു അയവിറക്കിയിട്ട് ഇങ്ങനെ ഗഡല്ലേ, ഇതിങ്ങനെ അയവിറക്കി വരുമ്പം ഇതിങ്ങനെ സോഫ്റ്റ് ആകും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുക ഈ പശു എന്താ ചൂങ്കം കഴിക്കുന്നില്ല, ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം വെച്ചാൽ ഇത് ഈ സാധനം ഇങ്ങനെ ഇതിനകത്ത് പിന്നെയും രുചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ചവയ്ക്കും തോറും ഇതിനെ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും, ഇതിൻ്റെ ടേസ്റ്റ് കൂടി. എന്ത് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചന അകത്തളങ്ങളിൽ കൂടുതൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും തോറും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവേ എനിക്കൂടെ തരണം സ്വതം. ഹല്ലേലൂയ. എനിക്കിത് പോരെന്ന്, നമുക്കിത് പോരെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇത് വിടുതലിൻ്റെ വചനമായി പറയും. സ്തോത്രം. എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നു, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ഈ വചനത്തിന് വേണ്ടി ഒരു ദാഹവും വിശപ്പും ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ജീവിതത്തെ ആകത്തുക മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തന്നിരിക്കുന്ന ഈ തിരുവചനമാണ്. നമുക്കിത് ശ്രേഷ്ഠമായ അമൂല്യമായൊരു നിധി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ദിവസങ്ങൾ അത് പ്രായോഗികമായ തലങ്ങളിലേക്ക് ഈ ദിവസങ്ങൾ കടന്നു വരാതൊക്കെ വണ്ണം സ്തോത്രം. പിശാച് പലയിടങ്ങളിലായി നമ്മളെ സ്തോത്രം പലയിടങ്ങളിൽ നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പലപ്പോഴും തടസ്സങ്ങളിടുമ്പോൾ, ഇന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എസെക്കിയേൽ ജീവിച്ചൊരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. മനുഷ്യനെ ദൈവത്തെ അന്വേഷിക്കുന്ന അന്ന് അവർ വല്ലാതെ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അവർ ഒറ്റയാൾ പോലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അതൊരു കാലഘട്ടമാണ് ഈ എസെക്കിയേൽ ജീവിക്കുന്നത്. അപ്പോൾ എസെക്കിയേലിനോട് ദൈവം പറയാണ്, എസെക്കിയേലേ ഞാൻ നിന്നെ ഒരു പ്രവാചകനാക്കാൻ പോവുക, ഞാൻ നിന്റെ ജനത്തിന് നേരെ നിന്നെ താമ്രവിദ്യയാക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ ഒരു ആയുധമായി ഉപയോഗിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യം? ഈ കാലഘട്ടത്തിൽ എന്നെ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആയുധമാക്കി മാറ്റുവാൻ, ദൈവ കരങ്ങൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ഒരു വ്യക്തമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം എൻ്റെ ഹൃദയ ഫലകങ്ങൾ എഴുതപ്പെടാതെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഈ വിശ്വാസത്തിൽ ഇതിൻ്റെ കീ ആയിട്ടുള്ള കാര്യം ഈ പുസ്തകമാണ്. സ്തോത്രം. ഈ പുസ്തകം നമുക്ക് ഷോക്കേസ് വെക്കാനുള്ളതല്ല, ഈ പുസ്തകം തലമുറക്കിടയിൽ വെക്കാനുള്ളതല്ല. ഇത് ചില തലമുറക്കിടയിൽ വെക്കുന്ന പിശാച് പോകുമെന്ന് വിചാരിച്ചാൽ പിശാച് പോകത്തൊന്നുമില്ല. സ്തോത്രം. ഇത് അകത്ത് കയറിയാൽ പിശാച് പോകും. സ്തോത്രം. മനസ്സിലാകുന്ന എത്ര ഇത് കണ്ടാൽ പിശാചൊന്നും പേടിക്കത്തില്ല. ഇതകത്ത് ക്രിയ ചെയ്യുന്നതിനെ കണ്ടാൽ പിശാച് ഓടും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ചെറുത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറും നോക്കാം. നാവിൻ്റെ മേൽ അധികാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ സഭകളുള്ള ദൈവമക്കളുടെ ഭരണ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എസെക്കിയേലിനോട് ദൈവം, എസെക്കിയേലേ നീ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിഷയത്തിന്റെ മേൽ വിടുതലില്ല. ആമേൻ. പലതും നീ ഉപവസിച്ച് നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, പല കാര്യങ്ങൾ ചെയ്തു നോക്കി, പ്രവാചകന്മാരെ കണ്ടു നോക്കി, പല ആലോചനകൾ ചെയ്തു നോക്കി, പക്ഷേ കാര്യം നടക്കുന്നില്ല. അപ്പൊ ദൈവം പറയണം, മനുഷ്യപുത്ര നീ ഒരു കാര്യം ചെയ്യണം, നീ ചുരുളെടുത്ത് തിന്നണം. എന്താണ് ഈ ചുരുള്? ആകാശത്ത് ഇറങ്ങി വന്ന ചുരുൾ നീ കഴിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നീ സംസാരിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ. ഈ ചുരുള്, പക്ഷേ ഈ പുസ്തകമാകുന്ന ചുരുള് എൻ്റെ അകത്ത് കയറിയാലുണ്ടല്ലോ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. പ്രവചന ദൂതകൾ ഇതിനകത്ത് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഒരു പ്രവചനവും ദൈവവചനത്തിന് അകത്തില്ലാത്ത ഒരു പ്രവചനവും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. ഏത് പ്രവചനവും ഈ വചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ.
അപ്പോൾ പറഞ്ഞ പോലെ എസെക്കിയേൽ പ്രവാചകൻ ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ സ്തോത്രം. നമുക്ക് പലപ്പോഴും നമ്മൾ 2-3 പ്രാവശ്യം ചിന്തിച്ചിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? തരുന്ന ചുരുള് അദ്ദേഹം എടുത്ത് ഭക്ഷിക്കാൻ തയ്യാറ്. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഉദരത്തെ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഭക്ഷിച്ചാലും ഒരു കുഴപ്പമില്ല. കൊളസ്ട്രോൾ വരത്തില്ല, BP കൂടത്തില്ല, ഷുഗർ കൂടത്തില്ല. പിന്നെന്താ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ച പ്രശ്നമാണ്. ഇത് എത്ര കഴിച്ചാലും വയനാട് ഒരു കുഴപ്പമില്ല, ശക്തി കൊടുത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഇതിനോടൊരു വിശപ്പ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇത് ഭക്ഷിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എസെക്കിയേൽ പറയുകയാണ്, അതെൻ്റെ വായിൽ തേൻ പോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തേനായിരിക്കുന്ന ഈ വചനം എൻ്റെ അതിരത്തെ നിറയ്ക്കുന്ന എന്നെ ശക്തിപ്പെടുത്തുന്ന. ഹല്ലേലൂയ. എത്ര മധുരമായ സാധനം കഴിച്ചാലും ഡയബറ്റിസ് വരാതെ രോഗം വരാതിരിക്കുന്ന ഒരു മധുരമുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞ അതിന് ശേഷമാണ് എസെക്കിയേലിനോട് ദൈവം പറയുന്നത്, പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ പോയി ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ ചെന്ന വചനങ്ങളെ നീ പ്രസ്താവിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് ഇപ്രകാരം ഇങ്ങനെ അരുളി ചെയ്യുന്നുവെന്ന് നീ പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ മത്സരഗൃഹമാണ്. അപ്പോൾ നമ്മളെ ചിലയിടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകനെ ദൈവം വിളിച്ചത് ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ 3-ാം അധ്യായത്തിൽ ചുരുള് ഭക്ഷിക്കുന്ന എസെക്കിയേലിനെ പിന്നീട് കാണുന്നത് 36-ാം അധ്യായത്തിൽ അസ്ഥി താഴ്വാരത്തിൽ നിൽക്കുന്ന ഒരു പ്രവാചകനെ, ഒരു മനുഷ്യനെയാണ്, ഒരു ആത്മീയ മനുഷ്യനെയാണ്. ഈ ചുരുള് ഭക്ഷിച്ച എസെക്കിയേൽ അസ്ഥി താഴ്വാരങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പറയുകയാണ്, ഞങ്ങളാകെ മുടിഞ്ഞിരിക്കുക, ഈ ശവക്കുഴിയിൽ നിന്ന് ഇവരെ ആര് കയറ്റുമെന്ന് പറയുമ്പോൾ ഈ വചനം ഭക്ഷിച്ച എസെക്കിയേൽ പ്രവാചകനെയാണ് പറയുന്നത്, നീ പർവ്വതങ്ങളോട് നീ പ്രവചിക്കണം, നീ ജനത്തോട് പറയണം, എൻ്റെ വചനം കേൾപ്പീൻ. അവിടെ പരിശുദ്ധാത്മാവ് വചനം ഭക്ഷിച്ച എസെക്കിയേലിന്റെ മേൽ കടന്നു വന്നു. അവിടെ ചുരുൾ ഭക്ഷിച്ച എസെക്കിയേലിന്റെ മേൽ കടന്നു വന്നു. ഒരു ദൈവിക അധികാരത്തെ എസെക്കിയേലിന്റെ മേൽ പകർന്നുകൊണ്ട് അവിടെ അസ്ഥി താഴ്വാരങ്ങൾ നിൽക്കുമ്പോൾ പറയുന്നു, ഞാൻ ദൈവം പറഞ്ഞതുപോലെ പ്രവചിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനനുസരിച്ച് വേണം നമ്മുടെ വായിൽ നിന്ന വാക്കുകൾ. ഈ ദിവസങ്ങളിൽ ഈ വചനാനുസരണം നമ്മൾ വായിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് പറയാൻ തയ്യാറാണെങ്കിൽ ചിലതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഈ വചനം എൻ്റെ നാവിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയണം, അസ്ഥികളുടെ താഴ്വാരങ്ങളിൽ ഈ ദിവസങ്ങൾ ജീവനില്ലാത്ത അവസ്ഥകളുടെ മേൽ ഇന്ന് ചിലതിന് ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം കുടുംബത്തിനകത്ത് ചിലത് ഈ ദിവസങ്ങളിൽ ജീവൻ വെച്ച് വരുവാൻ സമയമായിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഒരു പ്രോഫസിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രത്യേകിച്ച് പ്രോഫസി ചെയ്തില്ലെങ്കിലും ദൈവവചനപ്രകാരം നമ്മൾ ഏറ്റെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ അതൊരു പ്രോഫസിയായി മാറും. മനസ്സിലാകുന്ന കൊണ്ട് ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവചനത്തിന് അനുസൃതമായി ഈ ദിവസങ്ങൾ ചിലനോട് കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ മേൽ ചില ജീവൻ വെപ്പിക്കാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കും. അവിടെ ഈ ഏലിയാ പ്രവാചകൻ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാ പ്രവാചകനോട് ഏലിയാ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ പറയുന്നുണ്ട്, നീ 7 പ്രാവശ്യം കടൽ ചെന്ന് നോക്ക്, 7-ാം പ്രാവശ്യം നീ ഒരു മേഘം കാണും. സ്തോത്രം. അതിൻ്റെ പിന്നിലൊരു ദൈവവചനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല. പക്ഷേ ദൈവവചനപ്രകാരം പറഞ്ഞ അത് ചെയ്യുവാൻ തയ്യാറായപ്പം 7-ാം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഒരു മേഘം പൊങ്ങുന്നത് കാണുവാൻ തക്ക ഇടയാക്കിയെങ്കിൽ ഈ ദിവസങ്ങളിലും ദൈവവചനപ്രകാരം മുന്നിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളോട് കൽപ്പിക്കാൻ തയ്യാറാകുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വരെ പെയ്യാത്തൊരു മഴ ഈ ദിവസങ്ങൾ ദേശത്തിൻ്റെ മേൽ ദൈവം അയക്കും, കുടുംബത്തിൻ്റെ മേൽ ദൈവം അയക്കും, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം അയക്കും. ദൈവം അയക്കാൻ തക്ക
ഇടയാകും. ചില അധികാരത്തിന്റെ ശുശ്രൂഷകളെ ഈ ദിവസങ്ങൾ ദൈവജനത്തിന് മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഈ ദിവസം അധികാരത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകുക. ഈ ദൈവവചനം ഏറ്റെടുത്ത് ഈ ദിവസങ്ങൾ ചിലതിനോട് കൽപ്പിക്കാൻ തയ്യാറാകുക. ആമേൻ. ചിലത് ഈ ദിവസം ഉരുവായി വരും. അസ്ഥി താഴ്വാരങ്ങളിൽ നിന്നും ഈ ദിവസം അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് അതിന് ഉള്ളിൽ ആമേൻ അസ്ഥികളുടെ മേൽ ആമേൻ ജീവൻ വെപ്പിക്കാൻ തക്കവണ്ണം മാംസവും ഞരമ്പും പിടിപ്പിച്ച് അവരുടെ അകത്തളങ്ങളിൽ ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവത്തിന്റെ ആമേൻ സ്തോത്രം പ്രവൃത്തി. ഈ പെട്ടകത്തിനകത്താണ് ഈ കൽപ്പലകൾ ഇരിക്കുന്നത്. പെട്ടകത്തിലിരിക്കുന്ന കൽപ്പലകൾക്ക് അകത്ത് അതിൻ്റെ മധ്യയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. സ്തോത്രം. കെരൂബുകൾ വസിക്കുന്ന രണ്ട് കെരൂബുകൾ ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന ആമേൻ ആ പെട്ടകത്തിനകത്ത് പെട്ടകമുണ്ട്. ആ പെട്ടകത്തിന് നടുക്ക് അകത്ത് രണ്ട് കൽപ്പലകളെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ മധ്യയാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. ഈ പെട്ടകം ചുമന്നുകൊണ്ടാണ് ആമേൻ അന്നാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആമേൻ. അപ്പോൾ ഈ പെട്ടകത്തിൻ്റെ അകത്തുള്ള കൽപ്പലകളുടെ മധ്യയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്. നമ്മുടെ ഹൃദയമാകുന്ന പെട്ടകത്തിനകത്ത് എഴുതപ്പെട്ട കൽപ്പലകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പറ. ആമേ. എന്നെ ദൈവം ഈ ദിവസങ്ങളിൽ അവരെ സാന്നിധ്യം പകർന്ന ഒരു ശക്തി കേന്ദ്രമാക്കി ദൈവത്തിന് എന്നെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളിൽ കൊടുത്തിട്ട് പറ, എന്നെ ഒരു ശക്തി കേന്ദ്രമാക്കി എൻ്റെ ദൈവം എന്നെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പറ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങൾ ഞാൻ നടക്കുമ്പോൾ ഞാൻ പോകുന്ന ഇടങ്ങളിൽ ചില ദൈവ പ്രവർത്തികൾ കാണുവാൻ തക്കവണ്ണം എൻ്റെ ശരീരത്തിനകത്ത് എഴുതപ്പെട്ട കൽപ്പനകൾക്ക് മധ്യേ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം പേർന്ന ഒരു പെട്ടകമായി ഞാൻ മാറും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്കൊരു അത്ഭുതം ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതം കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്ന മാത്രം ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ 2026 അത്ഭുതം തീർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ ദൈവകരങ്ങൾ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. ആമേൻ. പല വിഷയങ്ങളും ഇന്ന് വരെ നടന്നിട്ടില്ല, എല്ലാം ആമേൻ സ്തോത്രം നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഹല്ലേലൂയ ഇതിനകത്ത് ആമേൻ അത്ഭുതം ചെയ്യാൻ കഴിയും ദൈവമുണ്ട്. ദൈവം പറയുക 3 ദിവസങ്ങൾ യോശുവയെ നീ അത്ഭുതം കാണാൻ പോവുക, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ പെട്ടകം കരങ്ങളെടുക്കുക. ജനത്തെ വിശുദ്ധീകരിക്കണം. സ്തോത്രം. ഞാൻ അത്ഭുതം ചെയ്യാൻ പോവാം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് വിശുദ്ധീകരിച്ചാൽ ദൈവം പറയാണ് സ്തോത്രം. അവൻ ജനത്തെ വിശുദ്ധീകരിക്കണം. 3-ാം ദിവസത്തിന് ശേഷം ഞാൻ അത്ഭുതം ചെയ്യാൻ പോവാ. വാഗ്ദത്തം 40 വർഷമായിട്ടും കണ്ടിട്ടില്ല. മരുഭൂമി നടപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, പക്ഷെ കേട്ട വാഗ്ദത്തം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യോശുവയെ നീ ഒരു കാര്യം ചെയ്യണം. പുരോഹിതന്മാർ മുമ്പേ പോകണം. രാജകീയ പൗരോഹിത വംശമാക്കി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനെ എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ദൈവസഭ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. വിശുദ്ധന്മാരാക്കിയ ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ ഇത് കർത്താവ് പറയാം, കർത്താവ് എനിക്കൊരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന ജലത്താലും യേശുക്രിസ്തുവിന്റെ രക്തത്താലും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് ദൈവസഭ മുന്നോട്ട് പോകും. വിശ്വാസത്തോടെ പോലെ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ വാഗ്ദത്തം കാണും. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധിയാദ്യം ഇപ്പോഴവിടെ പ്രാർത്ഥനയിട്ടുണ്ട്. സ്തോത്രം. ചില വാഗ്ദത്തങ്ങൾ കർത്താവ് ജീവിതങ്ങളുടെ മേൽ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന ദൈവകരങ്ങളെ ഏൽപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളിൽ വാമേൻ വചനത്തെ തടുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ in the name of Jesus Christ I rebuke you in the name of Jesus. In the name of Jesus. Hallelujah. യോശുവയുടെ ദൈവം യോശുവയെ വാഗ്ദത്തം കാണണമെങ്കിൽ പെട്ടകം ആദ്യം കരങ്ങൾ എടുക്കണം. യുദ്ധപ്പടാളികളിലെ പോകേണ്ടത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലേക്ക് കാലുകുത്തണം. തടസ്സമായി നിൽക്കുന്ന ചില യോർദാനുകളുണ്ട്. ആ യോർദാന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ഈ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽവെള്ളം വേണം കുത്താൻ.
ആമേൻ. അകത്ത് ദൈവത്തിൻ്റെ പെട്ടകമുണ്ടെങ്കിൽ, അകത്ത് ദൈവത്തിൻ്റെ വചനം പലകൾക്കുള്ള എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവിക വിശുദ്ധീകരണം ഈ ദിവസങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നാളുകളായി വാഗ്ദത്തം അടഞ്ഞു കിടക്കുക. ആമേൻ. സ്തോത്രം. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പുറത്ത് കിടക്കണമെന്നുണ്ട്, ചിലതിൻ്റെ മേൽ മറികടക്കണമെന്നുണ്ട്, ചിലതിൻ്റെ മേൽ ക്ഷയമെടുക്കുന്നുണ്ട്. പക്ഷേ സാധിക്കാതെ നിൽക്കുമ്പോൾ, ചിലത് എന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മേലൊരു ക്ഷയം ഈ ദിവസങ്ങൾ നൽകുവാൻ തക്കവണ്ണം ആമേൻ ഞാൻ ഞാൻ പ്രാപിക്കേണ്ട വാഗ്ദത്തം എൻ്റെ ജീവിതത്തിന്മേൽ പ്രാപിക്കുവാൻ തക്ക ഇടയാകാതെ നിൽക്കുന്ന യോർദാനെ നീ മാറിപ്പോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ യോർദാന്റെ തീരത്ത് നിൽക്കുമ്പോൾ വാഗ്ദത്തം ഒരിക്കലും കാണത്തില്ലെന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ അവിടെ പെട്ടൻ ചുമന്ന പുരോഹിതന്മാരുടെ കാൽവെള്ള കുത്തിയപ്പോൾ യോർദാന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പെട്ടകം ചുമക്കുന്ന, പെട്ടകമകത്തുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമകത്തുള്ള ദൈവമക്കൾ ചെല്ലുന്നിടത്ത് ഈ ദിവസങ്ങൾ വഴി തുറക്കാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ, ഒരു ദൈവിക കൃപ, ഒരു ദൈവശക്തി ഈ ദിവസങ്ങൾ പകരം നിന്റെ ഉള്ളംകാല് കുത്തി നിൽക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കി തരാമെന്ന് ഒരു യോശുവ ദൈവം പറഞ്ഞുവെങ്കിൽ അത് ദൈവം വെറുതെ പറഞ്ഞതല്ല. ഹല്ലേലൂയ. അത് ദൈവം ചെയ്യുവാൻ തന്നെ തയ്യാറായതിന് പിന്നിൽ പറയുകയാണ്, നീ പെട്ടകം നിന്റെ ചുമലെടുക്കാൻ തയ്യാറാകണം. ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിൽക്കുമ്പോൾ യോർദാന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. യോർദാൻ ഒരു ചിറ പോലെ ഒരു സൈഡിലേക്ക് നിന്നു. പെട്ടകം ചുമന്നുകൊണ്ട് അവർ പുരോഹിതന്മാർ നടുക്ക് നിന്നു. ജനം അപ്പുറത്ത് കടന്നതിന് ശേഷം 12 കല്ലുകളെ അടുക്കി വാഗ്ദത്ത ദേശത്ത് വെച്ചതിന് ശേഷം പെട്ടകവുമായി പുരോഹിതന്മാർ ആ യോർദാൻ കടന്ന് യോർദാന്റെ അപ്പുറത്ത് കാല് കുത്തുമ്പോൾ ചിറ പോലെ നിന്ന യോർദാൻ പെട്ടെന്ന് ഒഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യോർദാന്റെ തീരത്ത് അവർ 12 കല്ലടുക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ പേരാണ് ഗിൽഗാല്. ഇതിൻ്റെ പേരാണ് ഗിൽഗാല്. പെട്ടകം ചുമക്കുന്നവൻ്റെ നിന്നെ ദൈവം മാറ്റും. ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നിന്നെ ദൈവം ഉരുട്ടി മാറ്റി. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ നിന്നെ ഉരുട്ടി മാറ്റാൻ കഴിയുന്ന ഒരു മരണ യോർദാനെയും കടന്ന് യേശു ക്രിസ്തു വാഗ്ദത്ത നാട്ടിൽ എത്തിയിട്ടുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിൽ വരുവാൻ സമയമായി. നമ്മളെ ഈ യോർദാൻ കാണിക്കുന്ന മരണത്തെയാണ്, യോർദാൻ കാണിക്കുന്നത് ദൈവജനത്തിൻ്റെ വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന മണ്ഡലത്തെയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇന്നത്തെ വചനം അതിനകത്തുള്ള പൊരുളിതാണ്. മറ്റൊന്നുമല്ല, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ വചനത്തിൻ്റെ വെളിപ്പാട് അകത്ത് ഒരു പെട്ടകം വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയ പലകകളിൽ സെൻറ്റർ ഭാഗത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇന്ന് നടന്നില്ലെങ്കിൽ ഒരു ദിവസം നടക്കാൻ പോവാം. ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കും. അടുത്ത ആൾക്കാർ കൈ നടക്കുന്നു. വിശ്വാസം നമുക്ക് അടുത്തിരിക്കുന്ന ആളെ വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, നടക്കും. ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. യോർദാനെ നീ പിൻവാങ്ങിയത് എന്താണെന്ന് സംഗീതത്തിൽ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവരുടെ കരങ്ങളിൽ നിന്ന് ആ പെട്ടകമാണ്. അങ്ങനെയാണെങ്കിൽ മരണമാകുന്ന യോർദാനെ കടന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വാഗ്ദത്ത നാടാകുന്ന സിയോനിൽ പോയിട്ടുണ്ട്. കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. ഈ പെട്ടകം അകത്തുള്ളവനാ പോകാൻ പോകുന്നത്. മരണത്തെ മറികടന്ന് ഒരു ദിവസം ആകാശ മണ്ഡലങ്ങളിലേക്ക് ഞാൻ പൊങ്ങുന്നൊരു ദിവസമുണ്ട്. അത് അകത്തലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അകത്തുള്ളവൻ്റെ ദൈവ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ, അതിനാൽ സഭയെ വിശുദ്ധീകരിക്കുന്ന കളങ്കം, ചുളുക്കം, വാട്ടം ഇല്ലാത്ത നിർമ്മല മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ അരുമകാന്തൻ മണവാളൻ വരുവാൻ സമയമായി. ഇവിടെ കയറി വരിക എന്ന ആ ദൈവ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന് ഭൂമിയിൽ മരിച്ച യേശു ക്രിസ്തുവിൽ മണ്ണടിഞ്ഞ വിശുദ്ധന്മാർ ആദ്യം എഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന ശേഷിക്കുന്ന നാം അവനോട് കൂടെ കണ്ണു വെക്കുന്ന മാത്രയിൽ എന്റെ ശരീരത്തിൽ രൂപാന്തരം വരും. ഞാൻ അവനോട് കൂടെ ആനമേഘത്തിൽ ഞാൻ എടുക്കപ്പെടും. ഞാൻ പിന്നെ അവനോട് കൂടെ ആയിരിക്കും.
മരണയോർദാനെ കടന്ന് ഞാൻ സ്വർഗനാട്ടിലെത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. വിശ്വാസം വേണം. ഈ വചനം വെറുതെ കർത്താവ് എൻ്റെ കരങ്ങളിൽ തന്നിട്ടില്ല. ഞാൻ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി എൻ്റെ കരങ്ങളിൽ തന്നതാ. ഭൂമിയിലുള്ള വാഗ്ദത്തം മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിലുള്ള വാഗ്ദത്തത്തിനകത്ത് ഞാൻ പ്രവേശിക്കുവാൻ ഈ പെട്ടകം എൻ്റെ ചങ്കിനകത്ത് എൻ്റെ കർത്താവ് തന്നതിനായി എത്ര ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ദൈവത്തിന് കരം പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേ. ഇന്ന് പകൽ ഇതെൻ്റെ അകത്തളത്തിൽ പുറത്തിരിക്കാനല്ല, എൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ സാബു ബ്രദറെ, ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ മേലുണ്ട്. അത് ഈ ദിവസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുക. ചില സമർപ്പണങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അത്ഭുതമായി ദൈവം അങ്ങനെ നിങ്ങളെ മാറ്റാൻ പോവുക. സ്തോത്രം, 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 സ്തോത്രം. ഒരു നിമിഷം സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്വരം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. എഴുന്നേക്കാൻ പറ്റുമോ? എന്ന സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവിനെ പാടി ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം കർത്താവ് നമ്മളെ ഇടയാക്കിയെങ്കിൽ ആമേൻ. നമ്മൾ വാഗ്ദത്തം കണ്ടിട്ട് മടങ്ങുന്നവരല്ല, വാഗ്ദത്തത്തെ നോക്കിയിരിക്കുന്നവരല്ല, വാഗ്ദത്തത്തെ മോഹിച്ച് മരുഭൂമിയിൽ ശവക്കുഴികളിൽ വീണുപോയവരല്ല. ആമേൻ. പുതിയ യോശുവയുടെ തലമുറയായി യേശുവാകുന്ന യോശുവ നമുക്ക് മുൻപടെയായി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ കാണുവാൻ തക്കവടെയാകും. എന്നെ ഒരു അത്ഭുതമാക്കി കർത്താവ് മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മടങ്ങി പോകാം. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, ചില വാഗ്ദത്തങ്ങൾ കർത്താവ് ഉള്ളിൽ തന്നിട്ടുണ്ട്. നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുമെല്ലാം നിവൃത്തികരണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ദൈവങ്ങളിൽ വചനത്തെ ഞാൻ വില കൊടുക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുകയാണെങ്കിൽ ആമേൻ. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധി എഴുന്നേറ്റ് പാട്ട് പാടി കഥാന മഹത്വമായി ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല, ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ഇല്ല നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാലുകളിടറുകില്ല, എന്റെ കാലുകളിടറുകില്ല, എന്റെ കാലുകളിടറുകില്ല, എന്റെ കാലുകളിടറുകില്ല. തുറന്നു വഴി തുറക്കും യോർദാൻ നന്നായി പിളർന്നു മാറും. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും യോർദാൻ നന്നായി പിരിഞ്ഞു മാറും. എരിഹോ നിൻമുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. എരിഹോ നിൻമുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടം ഇനി വരികയില്ല, ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടം ഇനി വരികയില്ല. നിന്റെ കൂടാരത്തിൽ ഇല്ല, നിന്റെ കൂടാരത്തിൽ നിന്റെ കാലുകൾ ഇല്ല, നിന്റെ കാലുകളിടറില്ല, നിന്റെ കാലുകളിടറില്ല, നിന്റെ കാലുകളിടറില്ല. നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. വിചാരം പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിലേക്കയില്ല. ആ വിചാരം യാക്കോബിന് ഇല്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിലേക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ ഇല്ല, ബാധ നിന്റെ കൂടാരത്തിൽ നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. കവിട് പൊടിയാക്കിടും, ഇടിച്ചു നിരത്തും അവൻ കവിട് പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ സൈന്യത്തിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ സൈന്യത്തിന്റെ നായകൻ കൂടിരിക്കുമ്പോൾ
മാധവന്റെ കൂടാരത്തിൽ ഇല്ല മാധവന്റെ കൂടാരത്തിൽ നിന്റെ കാലുകൾ ഇല്ല നിന്റെ കാലുകളിടറില്ല നിന്റെ കാലുകളിടറില്ല നിന്റെ കാലുകളിടറില്ല നിന്റെ കാലുകളില്ല നിന്റെ കാലുകൾ ഓ നിന്റെ കാലുകളിടറില്ല യേശുവിന്റെ തകർത്തിടാം രോഗം മാറിയിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ക്ഷയം നമുക്ക് അവകാശമേ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ കാലമേറെ കാഹളം നാം കെട്ടിടാൻ കാന്തൻ വരാനായി നാമും പോകാനായി നമ്മുടെ കാന്തൻ വരാനായി നാമും പോകാനായി യേശുവിന്റെ നാമത്തിൽ വിദൂരൻ നാമക്കുണ്ട് സാത്താനെ കെട്ടിടാം ദൈവജനമേ ഇനി തോൽവിയില്ല ക്ഷയം നമുക്ക് അവകാശമേ യേശുവിന്റെ നാമത്തിൽ വിദൂരൻ നാമക്കുണ്ട് സാത്താനെ കെട്ടിടാം ദൈവജനമേ ഇനി തോൽവിയില്ല ക്ഷയം നമുക്ക് അവകാശമേ ഓ കാലമേറെ ഇല്ലല്ലോ ഓ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ കാന്തൻ വരാനായി നാമും പോകാനായി നമ്മുടെ കാന്തൻ വരാനായി നാമും പോകാനായി യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ക്ഷയം നമുക്ക് അവകാശമേ ശാപന്നേടും യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ക്ഷയം നമുക്ക് ഓ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ കാന്തൻ വരാനായി നാമും പോകാനായി നമ്മുടെ കാന്തൻ വരാനായി നാമും പോകാനായി ജനമേ നേടുക തന്റെ വേലയൊക്കെ അച്ചുനാം ഓരോ നേടുക യേശുവിന്റെ രക്തത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക തന്റെ വേലയത്തെ അച്ചുനാം ഓ കാലമേറെ ഇല്ലല്ലോ ആ കാലമേറെ ഇല്ലല്ലോ ആ കാന്തൻ വരാനാ ഓ രാജമാരാ ഓ ദേവാരാ ആരോ കാമാരാ ഓ കാന്തൻ വരാനായി നാമും പോകാനായി നമ്മുടെ കാന്തൻ വരാനായി നാനും പോകാനായി കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ ഇല്ലല്ലോ കാഹളം നാം കെട്ടിടാൻ കാന്തൻ വരാനായി കാന്തൻ വരാനായി കർത്താവ് മരണ യോർദാനെയും കടന്ന് വാഗ്ദത്ത നാട്ടിൽ നമ്മൾ എത്തുവാൻ സ്തോത്രം സമയമായി. ഇന്ന് ആ വാഗ്ദത്ത നാട് നമുക്ക് അവകാശമാക്കുവാൻ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടകം ചുമക്കുന്ന രാജകീയ പുരോഹിത ഗണമായി നമ്മളെല്ലാവരെയും കർത്താവ് മാറ്റട്ടെ. അവൻ്റെ സ്തോത്രം മഹത്വത്തെ വർണ്ണിക്കുന്ന ആ വ്യക്തി ജീവിതങ്ങളാക്കി, പുരോഹിതന്മാരാക്കി, രാജാക്കന്മാരാക്കിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്.
കർത്താവിനൂടെ വസിക്കുവാനല്ല, ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് കർത്താവിനൂടെ വാഴുവാനാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര ദൈവം സ്തോത്രം. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വസിക്കാനല്ല, ദൈവസഭ കർത്താവിനൂടെ വാഴുവാനാണ് ദൈവസഭയെ ദൈവം വിളിച്ച്. കർത്താവിനൂടെ ആയിരിക്കാനാ. നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. വചനമാകുന്ന ആ വചനമാകുന്ന യേശു ജഡമായി തീർന്നപ്പോൾ സ്തോത്രം കർത്താവ് മടങ്ങിപ്പോയെങ്കിൽ ഈ ദിവസങ്ങൾ വചനം അകത്തുള്ള നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ നമ്മളെ ചേർക്കുവാൻ കർത്താവ് വരും. നമ്മുടെ ഭൗതിക ജീവിതത്തിലും ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കൂടി ദൈവം നമ്മുടെ ജീവിതത്തെ തരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവകൃപയിൽ വർദ്ധിച്ചു വരുന്ന ആളുകളാക്കി, ആത്മീയ ശക്തന്മാരാക്കി ദൈവം ഓരോരുത്തരെയും മാറ്റാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിലും ഞാൻ കടന്നു ചെല്ലുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ, ഈ ദിവസങ്ങളിൽ അനേകർക്ക് ഞാൻ വെളിച്ചമായി മാറുവാൻ, ഞാനൊരു നറുവാസനയായി മാറുവാൻ, അനേകർക്ക് മുമ്പിൽ ഞാനൊരു സാക്ഷ്യപത്രമായി മാറുവാൻ, ആ സാക്ഷ്യ പെട്ടകമാക്കി ഈ ദിവസങ്ങൾ പത്രങ്ങളാക്കി ദൈവം മാറ്റുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിന്റെ ഈ പകൽക്കാലവും നമ്മൾ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിച്ച് നമ്മെ വഴി നിർത്തുന്ന ദൈവ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും കേൾപ്പിക്കപ്പെട്ട വചനത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവേ വരണമേ, മരണാഥാ. കർത്താവിൻ്റെ സമാധാനം ശാലവും എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ആ ചെറുകൾക്കുള്ളിൽ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.